ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. വീഡിയോയുടെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം വ്യക്തമാക്കട്ടെ. ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ വീഡിയോകൾക്ക് ദൈർഘ്യം കൂടുതലായതുകൊണ്ട് വാട്സാപ്പിൽ അയക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്ത് ചെറിയ ചെറിയ വീഡിയോകളായി ഇറക്കണം എന്ന് പലരും ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. സമയത്തിൻ്റെ പരിമിതി ഉള്ളതിനാൽ ഇതുവരെ എനിക്കത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞങ്ങളത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാക്റ്റ് ഓൺ എന്നാണ് പുതിയ ചാനലിൻ്റെ പേര്. ട്രൂത്ത് ഫൈറ്റേഴ്സിലും സാക്ഷിയിലും വന്നിട്ടുള്ള വീഡിയോകൾ കട്ട് ചെയ്ത് ചെറു വീഡിയോകളാക്കി ഞങ്ങൾ അതിൽ ഇടുന്നതാണ്. അവിടെ നിന്നും അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് വാട്സാപ്പ് വഴി വേണ്ടപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കാവുന്നതാണ്. ആ ചാനലിൻ്റെ ലിങ്ക് താഴെ ഞാൻ കമൻറ്റ് ചെയ്ത് പിൻ ചെയ്ത് വയ്ക്കാം. പഴയ നിയമത്തിലെ യഹോവയുടെ യുദ്ധങ്ങൾ എന്ന വീഡിയോ പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെ വീഡിയോ കഴിഞ്ഞ് കുറച്ച് ദൈർഘ്യം വന്നിട്ടുണ്ട്. ഞാൻ ക്ഷമ ചോദിക്കുന്നു. വേറെ അപ്രതീക്ഷിതമായ പല തിരക്കുകളും അതിനിടയിൽ വന്നുപെട്ടു. അതുകൊണ്ടാണ് രണ്ടാം വീഡിയോ ഇറങ്ങാൻ ഇത്തിരി താമസം നേരിട്ടത്. ഒന്നാമത്തെ വീഡിയോയിൽ നാം പരിശോധിച്ചത് യഹോവയായ ദൈവം കൽദയ പട്ടണമായ ഊരിൽ താമസിച്ചിരുന്ന അബ്രഹാമിന് കനാൻ നാട് അവകാശമായി കൊടുത്തതിൽ യാതൊരുവിധ അനീതിയുമില്ല എന്നുള്ള കാര്യമായിരുന്നു. അബ്രഹാം കനാൻ നാട്ടിൽ വന്ന് പണം കൊടുത്ത് ഭൂമി വാങ്ങി അവിടെ താമസിക്കുകയായിരുന്നു. ആ നാട് ആക്രമിച്ച് കീഴടക്കണം എന്ന ചിന്ത അബ്രഹാമിനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാര്യം യഹോവ അബ്രഹാമിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല. ഏലാം രാജാവായ കെദർലായോമറിൻ്റെ നേതൃത്വത്തിൽ 4 രാജാക്കന്മാർ വന്ന് കനാൻ നാട്ടിലെ പട്ടണങ്ങളിൽ ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ച് 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് ആ പ്രദേശം കീഴടക്കി കഴിഞ്ഞതിന് ശേഷം അടിമകളുടെ കൂട്ടത്തിൽ പിടിക്കപ്പെട്ട തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും കുടുംബത്തെയും മോചിപ്പിക്കാൻ വേണ്ടി അബ്രഹാം കെദർലായോമറിനെയും കൂട്ടരെയും യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയതോടെ ആ ഭൂപ്രദേശം മുഴുവനും അബ്രഹാമിൻ്റെ കീഴിലേക്ക് വന്നതാണെന്നും ദൈവത്തെ പ്രതി അബ്രഹാം ആ അവകാശം വേണ്ടെന്ന് വെക്കുകയായിരുന്നെന്നും എന്നാൽ ദൈവം അബ്രഹാമിന് അവകാശം അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അബ്രഹാമിനും അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾക്കുമായിട്ട് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തതെന്നുള്ള കാര്യം നാം കഴിഞ്ഞ വീഡിയോയിൽ കാണുകയുണ്ടായി. ഈ വീഡിയോയിൽ നാം പരിശോധിക്കാൻ പോകുന്നത് ഇസ്രായേലിന് അവകാശപ്പെട്ട കനാൻ നാട്ടിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ കനാൻ നാട്ടിൽ താമസിക്കുന്ന ഒരൊറ്റ കനാനിനെ പോലും ജീവനോടെ വെക്കരുത്, അവരെ ഉന്മൂലനം ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചത് എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വളരെയധികം ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കിയ ബൈബിളിലെ ഒരു ഭാഗമാണ് കനാന്യരെ നശിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ കൽപ്പന. കനാന്യരെ കീഴടക്കാനോ അവരെ അടിമപ്പെടുത്താനോ ആണ് ദൈവം ഇസ്രായേലിനോട് കൽപ്പിച്ചിരുന്നെങ്കിൽ പോലും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. എന്നാൽ യഹോവയായ ദൈവം പറയുന്നത് അവരെ കൊന്നുകളയാനാണ്, അവരെ ഉന്മൂലനം ചെയ്യാനാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു കാര്യം ഇസ്രായേലിനോട് കൽപ്പിച്ചത്? അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമായി ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിലും ഹദീസുകളിലും നാം കാണുന്നത് പോലെ അല്ലാഹുവിലും അല്ലാഹുവിൻ്റെ ദാസരിലും അല്ലാഹുവിൻ്റെ വചനത്തിലും വിശ്വസിക്കാതിരിക്കുകയും ഇസ്ലാമിനെ സത്യമതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്ത് അവരെ നശിപ്പിക്കാൻ കൽപ്പിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു കൽപ്പനയല്ല ബൈബിളിലുള്ളത്. മറിച്ച് വളരെ വ്യക്തമായി കനാൻ നാട്ടിലുള്ള ജനങ്ങളുടെ പാപത്തിൻ്റെ അനന്തരഫലമായി അല്ലെങ്കിൽ അവരുടെ അതിക്രമത്തിൻ്റെ ശിക്ഷ എന്ന നിലയിലാണ് അവരെ നശിപ്പിക്കാൻ യഹോവയായ ദൈവം കൽപ്പിച്ചത് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായിരുന്നു അവരുടെ അതിക്രമം? യഹോവയിൽ അവർ വിശ്വസിച്ചില്ല എന്നതായിരുന്നു അവരുടെ അതിക്രമം? ഒരിക്കലുമല്ല. കനാൻ നാട്ടിലുണ്ടായിരുന്നവരുടെ അതിക്രമത്തിൻ്റെ പട്ടിക ലേവ്യപുസ്തകം 18-ാം അധ്യായം 20-ാം അധ്യായം ഈ 2 ഇടങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവർത്തന പുസ്തകത്തിലുമുണ്ട്. എന്നാലും നമുക്കതൊന്ന് നോക്കാം. ലേവ്യപുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവ ആകുന്നു. ലേവ്യപുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ പാർത്തിരുന്ന ഈജിപ്ത് ദേശത്തിലെ മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. 2, നിങ്ങളെ ഞാൻ കൊണ്ടുചെല്ലുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും നിങ്ങൾ നടക്കരുത്. ഈജിപ്തിലുണ്ടായിരുന്ന ജനതയുടെ ദുർനടപ്പുകൾ എന്തായിരുന്നെന്ന് ഇസ്രായേൽ ജനത്തിനറിയാം. കാരണം അവരിതുവരെ ഈജിപ്തിലായിരുന്നല്ലോ. അപ്പോൾ അവരത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അവരെ കൊണ്ടുപോകാൻ പോകുന്ന
കനാൻ ദേശത്തിലെ നടപ്പ് എങ്ങനെയുള്ളതാണ് എന്ന് അവർക്കറിയില്ല. അവർ കനാൻ ദേശം കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ദൈവം അവർക്ക് കനാനിലെ ജനങ്ങളുടെ നടപ്പ് എങ്ങനെയുള്ളതാണ് എന്ന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ പിന്നീട് താഴോട്ട് വായിക്കുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. നിങ്ങളിൽ ആരും തനിക്ക് രക്തസംബന്ധമുള്ള യാതൊരുത്തരുടെയും നഗ്നത അനാവൃതമാക്കുവാൻ തക്കവണ്ണം അവരോട് അടുക്കരുത്. ഞാൻ യഹോവ ആകുന്നു. നഗ്നത അനാവൃതമാക്കുക എന്നത് ലൈംഗിക വീഴ്ചയെ കുറിക്കുന്ന ഒരു വാക്കാണ്, ഒരു ശൈലിയാണ്. നഗ്നത അനാവൃതമാക്കുക എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. നിങ്ങളിൽ ആരും തനിക്ക് രക്തസംബന്ധമുള്ള യാതൊരുത്തരുടെയും നഗ്നത അനാവൃതമാക്കുവാൻ തക്കവണ്ണം അവരോട് അടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങളാരും അഗമ്യഗമനം നടത്തരുത് അഥവാ ഇൻസെസ്റ്റ് ചെയ്യരുത് എന്നാണ്. കനാന്യരുടെ ഇടയിൽ ഇത് സർവ്വസാധാരണമായ ഒരു കാര്യമായിരുന്നു. തുടർന്ന് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഞാനത് വായിക്കാം. നിന്റെ അപ്പൻ്റെ നഗ്നതയും അമ്മയുടെ നഗ്നതയും അനാവൃതമാക്കരുത്. അവൾ നിന്റെ അമ്മയാകുന്നു. അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. അപ്പൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത്. അത് നിന്റെ അപ്പൻ്റെ നഗ്നതയല്ലോ. അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ നിന്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. വീട്ടിൽ ജനിച്ചവരായാലും പുറമേ ജനിച്ചവരായാലും അവരുടെ നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ മകൻ്റെ മകളുടെ നഗ്നതയോ മകളുടെ മകളുടെ നഗ്നതയോ അനാവൃതമാക്കരുത്. അവരുടെ നഗ്നത നിന്റേതു തന്നെയല്ലോ. നിന്റെ അപ്പന് ജനിച്ചവളും അവൻ്റെ ഭാര്യയുടെ മകളുമായവളുടെ നഗ്നത അനാവൃതമാക്കരുത്. അവൾ നിന്റെ സഹോദരിയല്ലോ. അപ്പൻ്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. അവൾ അപ്പൻ്റെ അടുത്ത ചാർച്ചക്കാരത്തിയല്ലോ. അമ്മയുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. അവൾ നിന്റെ അമ്മയുടെ അടുത്ത ചാർച്ചക്കാരത്തിയല്ലോ. അപ്പൻ്റെ സഹോദരൻ്റെ നഗ്നത അനാവൃതമാക്കരുത്. അവൻ്റെ ഭാര്യയോട് അടുക്കുകയും അരുത്. അവൾ നിന്റെ ഇളയമ്മയല്ലോ. നിന്റെ മരുമകളുടെ നഗ്നത അനാവൃതമാക്കരുത്. അവൾ നിന്റെ മകൻ്റെ ഭാര്യയല്ലോ. അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. സഹോദരൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത്. അത് നിന്റെ സഹോദരൻ്റെ നഗ്നതയല്ലോ. ഒരു സ്ത്രീയുടെയും അവളുടെ മകളുടെയും നഗ്നത അനാവൃതമാക്കരുത്. അവളുടെ മകൻ്റെയോ മകളുടെ നഗ്നത അനാവൃതമാക്കുമാറ് അവരെ പരിഗ്രഹിക്കരുത്. അവർ അടുത്ത ചാർച്ചക്കാരല്ലോ. അത് ദുഷ്കർമ്മം. ഭാര്യ ജീവനോടിരിക്കുമ്പോൾ അവളെ ദുഃഖിപ്പിക്കാൻ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കുമാറ് അവളെ കൂടെ പരിഗ്രഹിക്കരുത്. ഒരു സ്ത്രീ ഋതുനിമിത്തം അശുദ്ധമായിരിക്കുമ്പോൾ അവളുടെ നഗ്നത അനാവൃതമാക്കുമാറ് അവളോട് അടുക്കരുത്. കൂട്ടുകാരൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവളെ കൊണ്ട് നിന്നെ അശുദ്ധനാക്കരുത്. എല്ലാവിധത്തിലുള്ള ഇൻസെസ്റ്റും മറ്റ് ലൈംഗിക പാപങ്ങളും നിരോധിച്ചുകൊണ്ട് ദൈവം ന്യായപ്രമാണത്തിൽ നൽകിയിരിക്കുന്ന ഈ കൽപ്പനകളാണ് ഇന്നത്തെ പല നിരീശ്വരവാദികളെയും ദൈവവിരോധികളാക്കി മാറ്റിയിരിക്കുന്നത്. നിരീശ്വരവാദികളെന്നും പറഞ്ഞ് നടക്കുന്നവരിൽ ഭൂരിപക്ഷവും ഫ്രീ സെക്സിന് വേണ്ടി അതിലേക്ക് പോയവരാണ്. ഫെമിനിസം പറഞ്ഞ് നടക്കുന്ന നിരീശ്വരവാദി പുരുഷ ശിങ്കങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഫ്രീ ആയി ഒരു കളി കിട്ടുമോ എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ്. മീടു എന്ന സോഷ്യൽ മീഡിയ വിപ്ലവത്തിൻ്റെ കാലത്ത് നമ്മളത് കണ്ടതാണ്. എത്രയോ നിരീശ്വരവാദി പെൺകുട്ടികളും സ്ത്രീകളും തുറന്നെഴുത്ത് നടത്തി ഫ്രീ തിങ്കിങ്ങും ഫെമിനിസവും നാസ്തിക്യവാദവും പറഞ്ഞു നടന്നിരുന്ന സോഷ്യൽ മീഡിയയിലെ പല പ്രമുഖരും എങ്ങനെയാണ് തങ്ങളെയോ തങ്ങളുടെ കൂട്ടുകാരിൽ പലരെയും റേപ്പ് ചെയ്തത്, അപ്പോൾ അല്ലെങ്കിൽ തങ്ങളുടെ കൂട്ടുകാരികൾ കടന്നുപോയ മെൻ്റൽ ട്രോമ എത്ര ഭീകരമായതായിരുന്നു, എത്ര വർഷങ്ങളെടുത്താണ് അതിനെ അതിജീവിച്ചത്. ചിലരൊക്കെ ഇപ്പോഴും ആ ട്രോമയിൽ നിന്ന് പുറത്തു കടന്നിട്ടില്ല എന്നുള്ള കാര്യം അവർ തുറന്നെഴുതിയിരുന്നു. അതുപോലെ തന്നെ ഫെമിനിസം പറഞ്ഞു നടക്കുന്ന ചില സോഷ്യൽ മീഡിയ പ്രമുഖരെ ചില ആളുകൾ അവരുടെ വീടുകളിൽ താമസിപ്പിച്ചപ്പോൾ ആ വീടുകളിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ 14-15 വയസ്സുള്ള പെൺകുട്ടികളെ വരെ വശീകരിച്ചെടുത്ത് ലൈംഗികമായി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ തുറന്നെഴുതിയിരുന്നു. ആ സമയത്ത് വളരെയധികം ഒച്ചപ്പാടുണ്ടാക്കിയ സംഭവമായിരുന്നു ഈ മീടൂവിലെ തുറന്നെഴുത്തുകൾ. പക്ഷെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കെട്ടടങ്ങി കഴിഞ്ഞപ്പോൾ അവന്മാർ പിന്നെയും ഇരപിടുത്തം തുറന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും ധാരാളം പേര് അവരുടെ കെണികളിൽ വീഴുന്നുണ്ട്. അതുപോലെ ഇൻസെസ്റ്റ് അല്ലെങ്കിൽ അഗമ്യഗമനത്തിൻ്റെ കാര്യം നോക്കാം. വളരെ അടുത്ത രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ നടത്തുന്ന ലൈംഗിക വീഴ്ചയാണ് ഇൻസെസ്റ്റ് എന്ന് പറയുന്നത്. സഹോദരന്മാർ തമ്മിലുള്ള വിവാഹബന്ധങ്ങൾ ഒരു കാലത്ത് ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നതാണ്. 3500 വർഷം മുമ്പ് മോശ മുഖാന്തരം യഹോവയായ ദൈവം ന്യായപ്രമാണം കൊടുത്തപ്പോൾ ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൽ ഇൻസെസ്റ്റ് നിരോധിച്ചുകൊണ്ടുള്ള കൽപ്പനയുണ്ടായിരുന്നു, നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഇസ്രായേൽ ജനം ഇൻസെസ്റ്റ് എന്ന സംഗതി ഉപേക്ഷിച്ചെങ്കിലും ഇസ്രായേലിന് പുറത്ത് അത് പിന്നെയും സഹസ്രാബ്ദങ്ങളോളം നിലനിന്നിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് റോമിലും ഈജിപ്തിലും അതുണ്ടായിരുന്നു. റോമൻ ചക്രവർത്തിമാർ പലരും ഇൻസെസ്റ്റ് ചെയ്തിരുന്നവരായിരുന്നു, അവരത് പ്രാക്ടീസ് ചെയ്തിരുന്നു. ഉദാഹരണത്തിന് കലിഗുള.
റോമൻ ചരിത്രകാരനായ സ്യൂട്ടോണിയസിൻ്റെ 12 സീസേഴ്സ് എന്ന കൃതിയുണ്ട്, 12 സീസർമാർ. അതിൽ 4ാമത്തെ ബുക്ക് ഗയസ് കലികുളയെക്കുറിച്ചുള്ളതാണ്. സ്യൂട്ടോണിയസ് പറയുന്നത് കലികുള തൻ്റെ 3 സഹോദരിമാരായിരുന്ന അഗ്രിപ്പിന ദ യങ്ങറുമായിട്ടും അതുപോലെ ദ്രുസില്ലയുമായിട്ടും പിന്നെ ലിവില്ലയുമായിട്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ്. മറ്റൊരു റോമൻ ചരിത്രകാരനായിരുന്ന ഡിയോ കാഷ്യസും ഇത് പറയുന്നുണ്ട്. ഇത്തരം ബന്ധങ്ങൾ പുരാതന കാലത്ത് വളരെ സാധാരണമായിരുന്നു. ഉദാഹരണത്തിന് ഈജിപ്ഷ്യൻ ഫറവോമാർ അവരുടെ സഹോദരിമാരെയാണ് വിവാഹം കഴിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈജിപ്തിൽ ഭരണം നടത്തുന്നത് ടോളമി, ഫറവോമാരുടെ കാലം കഴിഞ്ഞ പിന്നെ ടോളമിയാണ് വരുന്നത്. അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ 4 സേനാധിപന്മാരിൽ ഒരാളായിരുന്ന ടോളമിക്കാണ് ആ പ്രദേശം കിട്ടുന്നത്. പിന്നെ ടോളമിയുടെ വംശത്തിലുള്ളവരാണ് അവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ ടോളമിയുടെ ആ രാജവംശത്തിലുള്ളവരും ഈ ആചാരം തുടർന്നു വന്നിരുന്നു. ടോളമി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ക്ലിയോപാട്ര, ലോകപ്രസിദ്ധയായിരിക്കുന്ന ആ ക്ലിയോപാട്ര എന്ന് പറയുന്ന സ്ത്രീ. അവരാദ്യം വിവാഹം കഴിച്ചത് തന്നെക്കാൾ 10 വയസ്സ് മൂത്ത സഹോദരനായിരുന്ന ടോളമി 13ാമനെയായിരുന്നു. അവർ രണ്ടുപേരും കൂടിയായിരുന്നു അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്നത്. പിന്നീട് തൻ്റെ സഹോദരനും ഭർത്താവുമായിരുന്ന ടോളമി 13ാമനെ വധിച്ച് ഒറ്റയ്ക്ക് അധികാരം പിടിച്ചെടുക്കാൻ ക്ലിയോപാട്ര ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടതോടെ ടോളമിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ജീവരക്ഷയ്ക്ക് വേണ്ടി ഇവർക്ക് സിറിയയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അതിനുശേഷം റോമൻ ജനറലായിരുന്ന മാർക്കസ് ആന്റോണിയസ് എന്ന മാർക്ക് ആന്റണിയുമായി അവരൊരു സഖ്യമുണ്ടാക്കുകയും റോമൻ സൈന്യം ടോളമി 13ാമനെ വധിക്കുകയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് അവർ വിവാഹം കഴിച്ചത് തന്നെക്കാൾ 10 വയസ്സ് കുറഞ്ഞ സഹോദരനായിരുന്ന ടോളമി 14ാമനെയായിരുന്നു. ടോളമി 14ാമൻ ആ സമയത്ത് 12 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അവനെ കല്യാണം കഴിച്ചതിന് ശേഷവും ക്ലിയോപാട്ര ജൂലിയസ് സീസറിൻ്റെ രഹസ്യ ഭാര്യയായിട്ടാണ് ജീവിച്ചു വന്നിരുന്നത്. ഭരണാധികാരം കുടുംബത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കാനാണ് ഈജിപ്തിൽ സഹോദരന്മാർ തമ്മിൽ വിവാഹം ചെയ്തിരുന്നത്. ഇന്ന് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ, ഇന്ത്യയിലും ഇതുണ്ടായിരുന്നു, സഹോദരന്മാർ തമ്മിലുള്ള വിവാഹം. ഇന്ത്യയിലാണെങ്കിൽ വർണ്ണസങ്കരം വരാതിരിക്കാൻ വേണ്ടി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ക്ഷത്രിയരൊക്കെ സ്വന്തം സഹോദരിമാരെ വിവാഹം കഴിച്ചിരുന്നതായിട്ട് കാണാം. ഉദാഹരണത്തിന് ബുദ്ധൻ്റെ കാര്യം തന്നെ നോക്കാം. ബുദ്ധൻ ക്ഷത്രിയനായിരുന്നല്ലോ. ഭൂരിഭാഗം പേരും ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ ബുദ്ധൻ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പൊരുതിയ ആളായിരുന്നില്ല. കടുത്ത ജാതിവാദിയായിരുന്നു ബുദ്ധൻ. ബുദ്ധൻ എതിർത്തത് ബ്രാഹ്മണ മേധാവിത്വത്തെ മാത്രമായിരുന്നു. ബ്രാഹ്മണരെക്കാൾ ഉന്നതര് ക്ഷത്രിയരാണെന്നും അതുകൊണ്ട് ക്ഷത്രിയരായിരിക്കണം വർണ്ണവ്യവസ്ഥയുടെ ഉന്നത പടിയിൽ പ്രതിഷ്ഠിക്കേണ്ടത് എന്നുമായിരുന്നു ബുദ്ധൻ്റെ വാദം. ബുദ്ധൻ ബ്രാഹ്മണിസത്തെ എതിർത്തത് ഈ കാരണത്താലാണ്. അല്ലാതെ വർണ്ണവ്യവസ്ഥയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള യാതൊരു എതിർപ്പും ബുദ്ധൻ നടത്തിയിരുന്നില്ല. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. ബുദ്ധനെ ശാക്യമുനി അല്ലെങ്കിൽ ശാക്യമഹർഷി എന്നും വിളിക്കാറുണ്ട്. അതിൻ്റെ കാരണം ബുദ്ധൻ ശാക്യവംശത്തിലാണ് ജനിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. ശാക്യവംശം എന്ന പേര് ബുദ്ധൻ്റെ കുടുംബക്കാർക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് ബുദ്ധഗ്രന്ഥങ്ങളിൽ കാണാം. ബുദ്ധമത ഗ്രന്ഥസമുച്ചയമായ ത്രിപിടകയിലെ 2ാമത്തെ വിഭാഗമായ സുത്തപിടകയിൽ അമ്പത്തസുത്ത എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്, ഒരു കൃതി. അമ്പത്തസുത്തയിൽ വർണ്ണസങ്കരം വരാതിരിക്കാൻ ബുദ്ധൻ്റെ പൂർവികർ സ്വന്തം സഹോദരിമാരെ വിവാഹം കഴിച്ച കാര്യം വളരെ അഭിമാനത്തോടു കൂടി ബുദ്ധൻ പറയുന്നുണ്ട്. അമ്പത്തസുത്തയിലെ കഥ ഇപ്രകാരമാണ്. പൊക്കാറസതി എന്ന ബ്രാഹ്മണൻ ബുദ്ധനെക്കുറിച്ച് കേട്ടറിഞ്ഞ് വളരെ മതിപ്പ് തോന്നി കാര്യങ്ങൾ അന്വേഷിച്ചു വരാൻ തൻ്റെ ശിഷ്യനായ അമ്പത്തമാനവനെ ബുദ്ധൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. ഈ അമ്പത്തമാനവനാണെങ്കിൽ സാമാന്യം നല്ല ജാതിവെറിയനാണ്. ഈ പുള്ളി വന്ന് ആദ്യം തന്നെ ബുദ്ധനെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. ബുദ്ധൻ്റെ വംശക്കാരും ക്ഷത്രിയരുമായ ശാക്യന്മാർ മൊത്തം അഹങ്കാരികളും എടുത്തുചാട്ടക്കാരുമാണെന്നാണ് അമ്പത്തമാനവൻ വന്നിട്ട് പറയുന്നത്. അപ്പം ഇതിനുള്ള ബുദ്ധൻ്റെ മറുപടിയാണ് കോമഡി. ബുദ്ധൻ പറഞ്ഞത് എന്താണെന്നറിയോ? അമ്പത്തൻ എന്നത് ഒരു സങ്കരജാതിയാണ്. അതായത് അമ്പത്തമാനവൻ ഒരു സങ്കരജാതിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പൂർവികർ ഒരു അടിമപ്പെണ്ണിൻ്റെ സന്തതി പരമ്പരയിലുള്ളവരാണ്. ഒരു ശാക്യരാജാവിന് ഒരു അടിമ സ്ത്രീയിൽ ജനിച്ച കറുത്ത കുട്ടിയാണ് അമ്പത്ത വംശത്തിൻ്റെ പൂർവികർ. പക്ഷെ ശാക്യന്മാർ അങ്ങനെയല്ല കേട്ടോ. അവർക്ക് അഹങ്കരിക്കാൻ വളരെയധികം കാരണങ്ങളുണ്ട്. മറ്റു വർണ്ണങ്ങളുമായി അവർക്ക് ഒരിക്കലും കലർപ്പുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാരണം. അവർ കാലങ്ങളായി രാജരക്തം തന്നെയാണ്. ഒരിക്കലും രക്തശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ സ്വന്തം സഹോദരിമാരെ തന്നെ വിവാഹം കഴിച്ചവരാണ് ശാക്യവംശത്തിലെ പൂർവികരെന്ന് ബുദ്ധൻ അവിടെ അമ്പത്തമാനവൻ്റെ മുമ്പാകെ അഭിമാനത്തോടെ പറയുന്നുണ്ട്. ആ കഥ ഇങ്ങനെയാണ് ബുദ്ധൻ പറയുന്നത്. അതായത് അമ്പത്തമാനവ, വളരെ കാലം മുമ്പ് ഒക്കാക്ക രാജാവ് തൻ്റെ പ്രിയപ്പെട്ട രാജ്ഞിയുടെ മകനെ അനന്തരാവകാശിയായി വാഴിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് തൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ മൂത്ത മക്കളായ ഒക്കാമുഖ, കരന്ത, ഹത്തിനിക, സിനിപുര എന്നിവരെ നാട്ടിൽ നിന്ന് പുറത്താക്കി. അതായത് ഇവരിൽ ആരെല്ലാമാണ് അധികാരത്തിലെത്തേണ്ടത്? ആദ്യ ഭാര്യയിലുണ്ടായ ഈ 2 ആമക്കളും 2 പെൺമക്കളും. അപ്പോൾ അവരിൽ ആ 2 ആമക്കളിൽ ആരെങ്കിലും ആണ് അധികാരത്തിലെത്തേണ്ടത്, രാജാക്കന്മാരാകേണ്ടത്. പക്ഷെ പുള്ളിക്ക് പ്രിയപ്പെട്ട ഭാര്യ വേറെയാണ്. അപ്പോൾ ആ ഭാര്യയിലുള്ള മകനെ
രാജാവായി വാഴിക്കാൻ വേണ്ടി ഇവരെ അങ്ങ് പുറത്താക്കുകയാണ്. അങ്ങനെ നാട് കടത്തപ്പെട്ട ഇവർ ഈ 4 പേരും ഹിമാലയ പർവ്വതത്തിൻ്റെ ചെരുവുകളിൽ ശാഖ്യമരങ്ങൾ ധാരാളമുള്ള ഒരു തടാകത്തിൻ്റെ തീരത്ത് താമസം ആരംഭിച്ചു. ഈ ശാഖ്യമരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തേക്ക് മരങ്ങൾ പോലെ കാതലിന് നല്ല ഉറപ്പുള്ള മരങ്ങളാണ്, നല്ല ദൃഢതയുള്ള മരങ്ങളാണ്. അപ്പോൾ അവരവിടെ അങ്ങനെ താമസിക്കുന്ന സമയത്ത് അവർക്ക് പ്രായമായി, അവർ വിവാഹം കഴിക്കേണ്ടുന്ന സമയം വന്നു. അപ്പോൾ ഇവരുടെ വംശശുദ്ധിയെ കുറിച്ച് ഇവർക്കറിയാം, തങ്ങൾ ആരുടെ മക്കളാണ്, തങ്ങളുടെ വംശത്തിൻ്റെ ആ പരമ്പര ഇവർക്കറിയാം നന്നായിട്ട്. വംശശുദ്ധി ഇന്ന് വരേക്കും കോട്ടം തട്ടാതെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവരിപ്പോൾ സ്വന്തം നാട്ടിലല്ല, വേറെ സ്ഥലത്താണ്. അവിടെയുള്ള ആളുകളിൽ ഇപ്പോൾ വിവാഹം കഴിക്കാൻ വരുന്ന ആളിൽ ആ രാജകുമാരന്മാർ ഏതെങ്കിലും പെൺകുട്ടികളെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ രാജകുമാരിമാരെ വിവാഹം കഴിക്കാൻ ഏതെങ്കിലും ആണുങ്ങൾ വരികയൊക്കെ ചെയ്താൽ അവരുടെ പരമ്പരയിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും വല്ല വംശസങ്കരവും സംഭവിച്ചതാണെങ്കിലോ, ഏതെങ്കിലും ഒരു അടിമ സ്ത്രീയെയോ അല്ലെങ്കിൽ ജാതിയിൽ താഴ്ന്നവരെയോ വർണ്ണത്തിൽ താഴ്ന്നവരായിരിക്കുന്ന ആരെയെങ്കിലും വിവാഹം കഴിച്ച് അങ്ങനെ ഉണ്ടായൊരു പരമ്പരയാണെങ്കിലോ അവർ. അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അങ്ങനെ അബദ്ധത്തിൽ ചെന്ന് ചാടി വംശസങ്കലനം അല്ലെങ്കിൽ വംശശുദ്ധിക്ക് ഭ്രംശം സംഭവിക്കാതിരിക്കാൻ, വർണ്ണ സങ്കലനം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ സഹോദരന്മാർ തമ്മിൽ വിവാഹിതരായി. ഈ ഒക്കാക്ക രാജാവിൻ്റെ 4 മക്കളുണ്ടല്ലോ, അവർ തമ്മിൽ അങ്ങോട്ട് വിവാഹിതരായി. ഇതൊക്കെ കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം ഒക്കാക്ക രാജാവ് കൊട്ടാരത്തിൽ വെച്ച് തൻ്റെ മന്ത്രിമാരോട് ചോദിക്കുകയാണ്, എൻ്റെ കുട്ടികൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്, അവർക്ക് എന്ത് പറ്റിയെന്ന്. അവരെ നാട് കടത്തിയിട്ട് ഈ പുള്ളി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ മന്ത്രിമാർക്ക് അറിയായിരുന്നു, അവരന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഹിമാലയത്തിൻ്റെ ചെരുവുകളിൽ ഒരു തടാകത്തിൻ്റെ തീരത്ത് ശക്തമായ ശാഖ്യമരങ്ങൾ വളരുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് അങ്ങയുടെ മക്കൾ താമസിക്കുന്നത്. അവർ തങ്ങളുടെ വംശശുദ്ധിക്ക് കോട്ടം തട്ടാതിരിക്കാൻ സ്വന്തം സഹോദരിമാരെ തന്നെ വിവാഹം കഴിച്ച് അവിടെ താമസിക്കുകയാണെന്ന് മന്ത്രിമാർ പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒക്കാക്ക രാജാവ് ഭയങ്കര അഭിമാന വിജൃംഭിതനായിക്കൊണ്ട് തന്നെ മന്ത്രിമാരോട് പറയുകയാണ്, ഓ, ആ ചെറുപ്പക്കാർക്കുള്ളത് ശാക്യഹൃദയങ്ങളാണ്, അവർ ശരിയായ കാര്യമാണ് ചെയ്തത് എന്ന്. അതായത് ആ ചെറുപ്പക്കാരുടെ ഹൃദയങ്ങൾ അത് ശാഖ്യമരത്തേക്കാൾ കടുപ്പമുള്ളതാണ്. കാരണം ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഭയങ്കര നെഞ്ചുറപ്പ് വേണ്ടേ, ഭയങ്കര കഠിനമായ മനസ്സ് വേണ്ടേ. അതുകൊണ്ട് പറയാണ്, അവരുടെ ഹൃദയങ്ങൾ ശാക്യഹൃദയങ്ങളാണ്, ശാക്യമരത്തിൻ്റെ ഹൃദയങ്ങൾ പോലെയാണ്, അല്ലെ, ശാക്യമരത്തിൻ്റെ കാതൽ പോലെയാണ് അവരുടെ ഹൃദയങ്ങളെന്ന്. അപ്പം അങ്ങനെ ഒരു തരത്തിലും വർണ്ണസങ്കരം വരാതിരിക്കാൻ ശാക്യവൃക്ഷത്തേക്കാൾ കടുപ്പമുള്ള മനസ്സുറപ്പ് കാണിച്ചത് കൊണ്ടാണത്രേ ബുദ്ധൻ്റെ പൂർവികർക്ക് ശാക്യന്മാരെന്ന പേര് വന്നത്. ബ്രാഹ്മണർ എപ്പോഴെങ്കിലും വർണ്ണസങ്കരം വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള മനസ്സുറപ്പ് കാണിച്ചിട്ടുണ്ടോ എന്നാണ് പിന്നെ ബുദ്ധൻ അമ്പത്തമാനവനോട് ചോദിക്കുന്നത്. ആരാണപ്പോൾ ഉത്കൃഷ്ടര്? മിശ്രവിവാഹം കഴിച്ച് വർണ്ണസങ്കരം വന്ന ആ കുലത്തിൽ പിറന്ന അമ്പത്തമാനവനാണോ, അതോ ഒരിക്കലും വർണ്ണസങ്കരം വരാത്ത തൻ്റെ കുലമായ ശാക്യന്മാരാണോ? ഇതാണ് ബുദ്ധൻ്റെ ചോദ്യം. പാവം അമ്പത്തന് ഉത്തരവില്ല, അമ്പത്തന് അവിടെ ഉത്തരം മുട്ടിപ്പോയി. ഇതുപോലെ ഇവരുടെ സംഭാഷണം പിന്നെയും നീളുന്നുണ്ട്. ഈ അമ്പത്ത സുത്ത എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള സംഭാഷണമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം പറച്ചിലുമായിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നതാണത്. പരിഷ്കൃത മനുഷ്യർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഇതുപോലെയുള്ള വൃത്തികെട്ട ന്യായങ്ങൾ പറഞ്ഞാണ് ബുദ്ധൻ അമ്പത്തനെ ഉത്തരം മുട്ടിക്കുന്നത്. ഏതായാലും അതൊന്നും നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പൗരാണിക ഇന്ത്യയിലും ഇൻസെസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രം പറഞ്ഞ് ഞാനത് വിടുകയാണ്. അപ്പം അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സഹോദരന്മാർ തമ്മിലുള്ള വിവാഹം സാധാരണ സംഗതിയായിരുന്ന ആ കാലത്ത് അതിനെ നിരോധിച്ചുകൊണ്ട് ആദ്യമായൊരു കൽപ്പന വരുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തിലാണ്. ലേവ്യ പുസ്തകം 18-ാം അധ്യായം. നമ്മളിപ്പോൾ വായിച്ചു കേട്ടല്ലോ, കുറച്ച് ഭാഗങ്ങളാണ് വായിച്ചു കേട്ടത്, ഇനിയും അതിൻ്റെ താഴേക്ക് വാക്യങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും ഇത് വന്നതിന് ശേഷം, ഈ ന്യായപ്രമാണത്തിനകത്ത് ഇങ്ങനെ ഒരു കൽപ്പന വന്നതിന് ശേഷം ഇസ്രായേൽ ജനത്തിനിടയിൽ ഈ ഇൻസെസ്റ്റ് എന്ന് പറയുന്ന സംഗതി ഇല്ലാതായി തീർന്നെങ്കിലും ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ഇൻസെസ്റ്റ് നിലനിന്നിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവൻ പരന്നതോടെയാണ് ഇൻസെസ്റ്റ് തെറ്റാണ്, അത് പാടില്ല എന്നൊരു ധാർമ്മിക ചിന്ത എല്ലാവരിലും എത്തുന്നത്. യൂറോപ്പിലെ പല രാജവംശങ്ങളിലും രാജകീയ രക്തശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇൻസെസ്റ്റ് മാരേജ് നടത്തിയിരുന്നു. അത് ഈ രാജവംശങ്ങളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന സാധനമാണത്. പല രാജാക്കന്മാർ ഇതിൻ്റെ ഫലമായിട്ട് വന്ന ജനിതക തകരാറുകളിലൂടെ പല ചക്രവർത്തിമാരുമൊക്കെ വളരെ കഷ്ടപ്പാടിലൂടെയൊക്കെയാണ് കഴിഞ്ഞു പോന്നിരുന്നത്. പല രോഗങ്ങളും അവരെ അലട്ടിയിരുന്നു. ചില രാജാക്കന്മാർക്ക് കാഴ്ച ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കാഴ്ച കുറഞ്ഞു പോകുന്നത്, ചിലർക്ക് മര്യാദയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ലായിരുന്നു, മുട്ട് തേയ്മാനം, പലവിധമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും കത്തോലിക്ക സഭ വളരെ കർക്കശമായി ഇടപെട്ടാണ് ഈ രാജവംശത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഇങ്ങനെയുള്ള ഈ രക്തശുദ്ധീകരണത്തിന് അല്ലെങ്കിൽ വംശശുദ്ധിക്ക് വേണ്ടിയിട്ട് നടത്തിയിരുന്ന ഈ
ഇൻസെസ്റ്റ് മാരേജുകൾ അത് നിർത്തലാക്കിയത്. കത്തോലിക്ക സഭാചരിത്രം പഠിച്ചാലും അതുപോലെ തന്നെ ഈ രാജവംശങ്ങളുടെ ചരിത്രം പരിശോധിച്ചാലൊക്കെ നമുക്കത് കാണാൻ പറ്റും. ഏതായാലും മനുഷ്യവർഗം കൂടുതൽ പുരോഗതി പ്രാപിച്ചപ്പോൾ അഗമ്യഗമനം അഥവാ ഇൻസെസ്റ്റ് മോശം സംഗതിയായി പരിഷ്കൃത ലോകം കാണാൻ തുടങ്ങുകയും പല രാജ്യങ്ങളും അതിനെ നിയമം മൂലം നിരോധിക്കുകയും ചെയ്തു. ഇന്ന് ഇൻസെസ്റ്റ് മോശപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഈ എല്ലാവരും എന്ന് പറയുമ്പോൾ അതിൽ ഇന്നത്തെ ന്യൂ ജനറേഷൻ നിരീശ്വരവാദികൾ ഉൾപ്പെടുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. അവർ ഇൻസെസ്റ്റിനെ അനുകൂലിക്കുന്നവരാണ്. ദ തിങ്കിങ് എത്തിസ്റ്റ് എന്ന നിരീശ്വര മതക്കാരുടെ ഒരു ഫോറമുണ്ട്. ആ ഫോറത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചർച്ച ഞാൻ വായിച്ചിരുന്നു. ഈസ് ഇൻസെസ്റ്റ് ഇമ്മോറൽ എന്നതായിരുന്നു ചർച്ചയുടെ ടോപ്പിക്. ആ ചർച്ച ഇപ്പോൾ കാണുന്നില്ല. ആ ചർച്ചയുടെ ലിങ്കാണ് ഞാൻ എടുത്തു വെച്ചത്, സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചില്ല. അതൊരു അബദ്ധമായി പോയി. കാരണം പിന്നീട് ഞാൻ ആ ലിങ്ക് കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ചർച്ച അവിടെ ഇല്ല. എനിക്ക് തോന്നുന്നത് ഈ തിങ്കിങ് എത്തിസ്റ്റ് ഫോറം ഉണ്ടല്ലോ, ആ ഫോറത്തിലെ ആൾക്കാർ ആരെങ്കിലും, അവരുടെ വീട്ടുകാർ, അമ്മയോ സഹോദരിമാരോ ആരെങ്കിലും ഇത് കണ്ടിട്ട് അതിൻ്റെ ആ ചർച്ചയ്ക്ക് വേണ്ടി അവിടെ വിഷയം കൊണ്ടിട്ട ആൾക്കാരെ തലക്കടിച്ചിട്ടുണ്ടായിരിക്കും, കിട്ടിയവർ തടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഡിലീറ്റ് ചെയ്താണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അതിപ്പോൾ ആ ചർച്ച കാണുന്നില്ല. പക്ഷെ ആ ചർച്ചയിൽ പരിണാമമതക്കാരും നിരീശ്വര മതക്കാരും ഒക്കെ അവിടെ ഇട്ടിരുന്ന കമൻസുകൾ, അവരുടെ അഭിപ്രായങ്ങൾ, അതിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. ഞാനതൊന്ന് പറയാം. അവർ പറയുന്നത് ഇൻസെസ്റ്റ് ഒരിക്കലും ഒരു തെറ്റല്ല. കാരണം മൃഗങ്ങളിൽ ഇതൊന്നും നിലനിൽക്കുന്നുണ്ട്. മൃഗങ്ങളിൽ നിന്നും പരിണമിച്ചു വന്ന മനുഷ്യരിൽ പിൽക്കാലത്തുണ്ടായ മതങ്ങളുടെ കപട സദാചാര സങ്കല്പങ്ങളാൽ രൂപം കൊണ്ട തെറ്റായ ചിന്താഗതിയാണ് ഇൻസെസ്റ്റ് നിഷിദ്ധമായ ഒന്നാണെന്നുള്ളത്. പരിണാമത്തിൽ വിശ്വസിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് ഇൻസെസ്റ്റിനെ തെറ്റെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളിൽ അതിപ്പോഴും ഉണ്ട്. ഇൻസെസ്റ്റ് ബന്ധം വഴി മക്കൾ ഉണ്ടാകുന്നത് ശരിയല്ല. കാരണം എന്താണ്? ജനിതക രോഗങ്ങൾ പലതും അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അബോർഷൻ നടത്തിയോ ഇൻസെസ്റ്റ് വഴിയുള്ള പ്രത്യുൽപാദനം, സന്താനോൽപാദനം തടയേണ്ടതാണ്. അതുപോലെ ബലപ്രയോഗത്തിലൂടെയുള്ള ഇൻസെസ്റ്റ് അത് എതിർക്കപ്പെടേണ്ടതാണ്. മ്യൂച്വൽ കൺസെൻ്റ് ആയിരിക്കണം, പരസ്പര സമ്മതം ഉള്ളതായിരിക്കണം. എന്നിട്ട് ഇവരൊരു പ്രത്യാശയും പങ്കുവയ്ക്കുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? ഇപ്പോഴത്തെ സാമൂഹിക വ്യവസ്ഥിതിയൊക്കെ മാറുമെന്നും പ്രായപൂർത്തിയായവർ തമ്മിലുള്ള മറ്റേതൊരു ശാരീരിക ബന്ധം പോലെ തന്നെ ഇൻസെസ്റ്റിനെയും കാണുന്ന തലത്തിലേക്ക് സമൂഹം വളരുമെന്നും സമൂഹം അങ്ങനെ ഒരു തലത്തിലേക്ക് പുരോഗതി പ്രാപിക്കുമെന്നും നമുക്ക് കാത്തിരിക്കാമെന്നാണ് പലരും അതിനകത്ത് കമൻ്റ് ഇട്ടത്. ആ ചർച്ചയിൽ ഓരോ നിരീശ്വരവാദിയും പരിണാമവാദിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണിത്. ഈ ചർച്ച ഇംഗ്ലീഷിലായിരുന്നത് കൊണ്ടും അവിടെ കമൻ്റ് ഇട്ടത് എല്ലാ ഇംഗ്ലീഷ് പേരിലുള്ള പ്രൊഫൈലുകളിൽ നിന്നായതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഈ ചിന്താഗതിയുമായി നടക്കുന്നവർ വിദേശത്ത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ കേരളത്തിലെ നാസ്തികരെങ്കിലും ഈ ചിന്താഗതിയെ എതിർക്കുന്നവരായിരിക്കും എന്നാണ്. പക്ഷെ അതിൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. ഇവിടുത്തെ നാസ്തികരും ഇതേ സ്വപ്നവുമായി നടക്കുന്നവരാണ്. പരസ്പര സമ്മതമുണ്ടെങ്കിൽ അടുത്ത രക്തബന്ധത്തിലുള്ളവരുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാമെന്നുള്ള സ്വപ്നവുമായി നടക്കുന്നവരാണ്. അവരുടെ നിലപാട് അത് തന്നെയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ സി രവിചന്ദ്രന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വെച്ച് 2018 നടന്ന ലിറ്റ്മസ് എന്ന പ്രോഗ്രാമിൽ മനുപ്രസാദ് എന്ന ന്യൂജൻ നിരീശ്വരവാദി അവിടെ കടന്നു വന്നിരുന്ന ആയിരക്കണക്കിന് നിരീശ്വരവാദികളോട് ഇക്കാര്യം തുറന്നു പറയുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കോ. ആ പുള്ളി എന്താണ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കോ. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർക്ക് ഒരു രീതിയുണ്ട്, ഇല്ലേ? 100 സ്വതന്ത്ര ചിന്തകളുണ്ടെങ്കിൽ 1001 സ്വതന്ത്ര ചിന്തകളാണുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർ വളരെ ഇത് ഞാൻ ഇനി ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്തായിരിക്കും കരുതുന്നത്, ചിലർ വിചാരിക്കും പ്രതികൂലിച്ചാൽ എന്തായിരിക്കും കരുതുന്നത്. അതുകൊണ്ട് വളരെ നല്ല മൗനം, ഗൗരവതരമായിട്ടുള്ള മൗനമൊക്കെ ചിലരങ്ങ് അവലംബിച്ചു കളയും. ഇത് പിന്നീട് വിവാദമായി. സമൂഹത്തിൻ്റെ പല തുറകളിലുള്ളവർ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നതോടെ രവിചന്ദ്രൻ്റെ ടീം ഈ വീഡിയോ പിൻവലിക്കുകയുണ്ടായി. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പരസ്യവേദിയിൽ വെച്ച് പറയാൻ അവർ തയ്യാറായി എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഓരോ പരിപാടികളിൽ ഇങ്ങനെ ഓരോരുത്തർ ഇത് പറയാൻ തുടങ്ങും. അതിനെതിരെ പ്രതിഷേധം വരുമ്പോൾ അവരത് പിൻവലിക്കും. അടുത്ത പ്രോഗ്രാമിൽ വേറൊരുത്തം വന്ന് വീണ്ടും ഇത് തന്നെ പറയും. അങ്ങനെ പലവട്ടമാകുമ്പോൾ ഇത് ആദ്യം കേട്ട സമയത്തുണ്ടായ രീതിയിലുള്ളൊരു ഞെട്ടൽ കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിയിൽ ഉണ്ടാവുകയില്ല. പതുക്കെ പതുക്കെ അത് നോർമലൈസ് ചെയ്യപ്പെടും. പിന്നെ LGBT അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തുന്നത് പോലെ ഇൻസെസ്റ്റ് ആയിരിക്കുന്ന ആൾക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും സമരം നടത്തുന്നവരെ നമ്മൾ കാണും. ഇതാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളിത് എഴുതി വെച്ചോ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ. മതത്തിൻ്റെ കപട സദാചാരമാണ് ഇൻസെസ്റ്റ് പാടില്ല എന്ന് പറയുന്നത്.
പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കിടയിൽ ഇൻസെസ്റ്റ് ഉണ്ട്. അത് സ്വാഭാവികമായ കാര്യമാണ്. നാം പ്രകൃതിയിൽ നിന്നും വളരെ വളരെ അകന്നിരിക്കുന്നു. തിരിച്ച് പ്രകൃതിയിലേക്ക് നമ്മൾ മടങ്ങണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇവന്മാരുടെ പ്രസംഗങ്ങളും യൂട്യൂബ് വീഡിയോകളും നമ്മളിനി കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. അധികം താമസമൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ കേൾക്കും. ഈ നാസ്തിക മതക്കാരെ സംബന്ധിച്ച് പുരോഗമനം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പുറകോട്ടുള്ള യാത്രയാണ്. മനുഷ്യവർഗം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, ഇസ്രായേലൊക്കെ ആണെങ്കിൽ 3500 വർഷം മുമ്പ് ഉപേക്ഷിച്ചത്, മറ്റ് ജനവിഭാഗങ്ങളൊക്കെ ആണെങ്കിൽ 2000 വർഷത്തിനിപ്പുറത്തെ ഒരു ചരിത്രം പറയാനുണ്ട്, അതിനിടയിൽ ഉപേക്ഷിച്ചത്. ഇപ്പോഴും ഉപേക്ഷിക്കാത്ത ചില ഇതൊക്കെ ഉണ്ട്. ഗോത്രവർഗ്ഗങ്ങളിൽ കാടുകൾക്കകത്ത് പരിഷ്കൃത മനുഷ്യൻ കടന്നു ചെന്നിട്ടില്ലാത്ത ഗോത്രവർഗ്ഗങ്ങൾക്കകത്തൊക്കെ ഇങ്ങനെയുള്ളത് കാണാം. അത് പലയിടത്തും മിഷണറിമാരൊക്കെ ചെല്ലുമ്പോൾ അവർ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പലയിടത്തും. ഒരു പരിഷ്കൃത ലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ കാണുകയില്ല. അപ്പോൾ ഇവർ പുരോഗതി എന്ന് പറയുന്നത് നമ്മളൊക്കെ പണ്ടേ ഉപേക്ഷിച്ച് കളഞ്ഞ ആ സംഗതിയിലേക്കുള്ള തിരിച്ചുപോക്കിനെയാണ് ഇവർ പുരോഗതി എന്ന് വിളിക്കുന്നത്. വളർച്ച, സമൂഹത്തിൻ്റെ വളർച്ച എന്ന് ഇവർ വിളിക്കുന്നത്. ലോറൻസ് എം ക്രൗസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം പരിണാമ മതത്തിൻ്റെയും നിരീശ്വര മതത്തിൻ്റെയും ഇന്നത്തെ ആചാര്യന്മാരിൽ പ്രമുഖനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ലോകത്തെ ടോപ്പ് 50 എത്തീസ്റ്റുകൾ, അതായത് ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന 50 എത്തീസ്റ്റുകൾ എടുത്താൽ അതിൽ 11ാം സ്ഥാനത്താണ് ഈ ലോറൻസ് എം ക്രൗസിൻ്റെ സ്ഥാനം. ഈ ലോറൻസ് എം ക്രൗസ് എന്ന് പറയുന്ന ആൾ ഇൻസെസ്റ്റിനെ അനുകൂലിക്കുന്ന ആളാണ്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല എന്നാണ് ലോറൻസ് എം ക്രൗസ് പറയുന്നത്. ഇയാളെപ്പോലെയുള്ള താത്വിക ആചാര്യന്മാർ ഇൻസെസ്റ്റിനെ ന്യായീകരിക്കുന്നത് കൊണ്ടാണ് ലോകമെമ്പാടുമുള്ള നിരീശ്വരവാദികളിൽ പലരും ഇൻസെസ്റ്റിന് വേണ്ടി വാദിച്ചുകൊണ്ട് നടക്കുന്നത്. നിരീശ്വരവാദികൾ ബൈബിളിനെ അതിശക്തമായി എതിർക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലൈംഗിക പാപങ്ങളിൽ അഭിരമിക്കാനുള്ള അവരുടെ താല്പര്യത്തിന് ബൈബിൾ എതിരെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു എന്നാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. മോഹത്തോടുകൂടി ഒരു സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് ഗിരിപ്രഭാഷണത്തിൽ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ കർത്താവിനോട് ഇവർക്ക് വെറുപ്പും വിദ്വേഷവും തോന്നിയില്ലെങ്കിലാണ് അത്ഭുതം. പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞ് നടക്കുന്ന ടീംസ് അല്ലേ ഇവരൊക്കെ. അപ്പോൾ ഇവർക്ക് ഇത്തരം കൽപ്പനകളുള്ള ബൈബിളിനോടും ആ കൽപ്പനകൾ നൽകിയ ബൈബിളിലെ ദൈവത്തിനോടും കലിപ്പ് തോന്നുന്നത് സ്വാഭാവികമായൊരു കാര്യം മാത്രമാണ്. ഈ ഇൻസെസ്റ്റിനെ സംബന്ധിച്ച നിരീശ്വരവാദികളുടെ നിലപാട് ചൂണ്ടിക്കാട്ടി അവരെ എതിർക്കാൻ വരുന്ന വേറൊരു ടീംസ് ഉണ്ട്, ദാവാക്കാർ, മുസ്ലിങ്ങൾ. ഇക്കാര്യത്തിൽ നിരീശ്വര മതക്കാരെ കുറ്റം പറയാനുള്ള യാതൊരു യോഗ്യതയും മുസ്ലിങ്ങൾക്കോ ദാവാക്കാർക്കോ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അവിഹിത ബന്ധത്തിൽ പിറന്നതാണെങ്കിൽ സ്വന്തം മകളെ വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. ഈ വിഷയത്തിൽ ഈജിപ്തിലെ അറിയപ്പെടുന്നൊരു പണ്ഡിതനായ അൽ അസർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ മാസൻ അൽ സർസാവി ഒരു ഫത്വ തന്നെ ഇറക്കിയിട്ടുണ്ട്. നിയമവിധേയമായ വിവാഹബന്ധത്തിലൂടെയല്ലാതെ ഒരാൾക്ക് മകൾ ജനിച്ചാൽ ആ കുട്ടിയെ അയാളുടെ മകളായി പരിഗണിക്കാൻ ഇസ്ലാമിക നിയമം അനുവദിക്കുന്നില്ലെന്നും അതുകൊണ്ട് അവളെ അന്യസ്ത്രീയായി പരിഗണിച്ച് അയാൾക്ക് അവളെ വിവാഹം കഴിക്കാം, അത് തെറ്റല്ല എന്നുമാണ് അയാൾ പറഞ്ഞത്. ഇമാം മാസൻ അൽ സർസാവിയെ പോലെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ അറിവില്ലാത്ത സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഈ ഫത്വയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഉസ്താദിന് ഇസ്ലാം അറിയില്ല എന്നൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധക്കാർ പറഞ്ഞത്. ഈ ഈജിപ്തിലെയും അതുപോലെ അറബ് നാടുകളിലെയും സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്ന പല മുസ്ലിങ്ങളും പറഞ്ഞത്. ചെറുപ്പക്കാരൊക്കെ പറഞ്ഞു ഉസ്താദിന് ഇസ്ലാം അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞത്. ആലോചിച്ച് നോക്കണം, അൽ അസർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർക്ക് ഇസ്ലാം അറിയില്ലെന്ന് പറയുന്നവരാരാണ്? ഖുർആനും ഹദീസുകളും ഒരു വട്ടം പോലും മുഴുവൻ വായിച്ചു നോക്കിയിട്ടില്ലാത്ത സാധാരണക്കാരായ മുസ്ലിങ്ങളാണ് പറയുന്നത് ഉസ്താദിന് ഇസ്ലാം എന്താണെന്ന് അറിയില്ല എന്ന്. കോമഡി എന്നല്ലാതെ വേറെ എന്തൊക്കെയാണ് ഇതിനെ പറയാം. ഈ ഉസ്താദിൻ്റെ ഫത്വയെക്കുറിച്ച് ഫേസ്ബുക്കിലെ ചർച്ചകളിൽ കേരളത്തിലെ ഗ്രൂപ്പുകളിൽ, മലയാള ഗ്രൂപ്പുകളിൽ, ഇപ്പോൾ ട്രൂത്ത് ഫൈറ്റേഴ്സിലും പിന്നെ വേറെ പല ഗ്രൂപ്പുകളിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ പല മുസ്ലിം സുഹൃത്തുക്കളോടും ചോദിച്ചിരുന്നു ഈ ഫത്വയെക്കുറിച്ച്, ഇങ്ങനെ ഒരു ഫത്വ ഇറക്കിയിട്ടുണ്ടല്ലോ, എന്താണ് അഭിപ്രായം എന്ന്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇത് തന്നെയാണ്, അങ്ങേർക്ക് ഇസ്ലാം എന്താണെന്നറിയില്ല. വളരെ പുച്ഛത്തോടെയാണ് പറഞ്ഞത്, അങ്ങേർക്ക് ഇസ്ലാം എന്താണെന്നറിയില്ല. ഇതിനെയാണ് തക്കിയ എന്ന് പറയുന്നത്. കാരണം ഇസ്ലാമിക പണ്ഡിതന്മാർക്കെല്ലാം അറിയാം, ഇമാം മാസൻ അൽ സർസാവി പറഞ്ഞത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ 100% ശരിയായ കാര്യമാണ് എന്നുള്ളത്. പക്ഷെ അക്കാര്യം പുറത്തു പറയാൻ ഇവർക്ക് നാണക്കേടാണ്. എന്തൊരു ഗതികേടാണ് ഇവരുടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു ഗതികേടാണ്. നിങ്ങൾ ഈ പുസ്തകം കണ്ടോ? ഇതിൻ്റെ പേരാണ്
ഫത്തുൽ മുയീൻ, ഇസ്ലാം നിയമസംഹിത, 6-ാം പതിപ്പാണിത്. ഇതിൻ്റെ 14-ാം അധ്യായം വിവാഹം എന്നുള്ളതാണ്. 14-ാം അധ്യായം അതിനകത്ത് ഈ വിവാഹത്തെക്കുറിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഈ നിയമസംഹിതയിൽ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 452, 453 പേജുകളിൽ 452, 453 പേജുകളിൽ വിവാഹം നിഷിദ്ധമായവർ എന്നൊരു കാറ്റഗറിയിലുള്ളവരെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇവിടെ വിവാഹം നിഷിദ്ധമായവർ കാണുന്നുണ്ടല്ലോ, വിവാഹം നിഷിദ്ധമായവർ. അത് ഞാനൊന്ന് വായിക്കാം. ആരൊക്കെയാണ് ഒരു മുസ്ലിം പുരുഷന് വിവാഹം കഴിക്കാൻ പാടില്ലാത്തത്, വിവാഹം നിഷിദ്ധമായ ആളുകൾ എന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. വിവാഹം നിഷിദ്ധമായവർ: തറവാട് ബന്ധം, മുലകുടി ബന്ധം, വിവാഹബന്ധം എന്നിവയാൽ വിവാഹബന്ധം ഹറാമായവർ ആവാതിരിക്കലും വധുവിന് നിബന്ധനയാണ്. അതായത് ഒരു മുസ്ലിം പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ അവൻ്റെ വധുവാകേണ്ടുന്ന ആ സ്ത്രീയുടെ യോഗ്യതകളാണ് പറയുന്നത്. തറവാട് ബന്ധം, മുലകുടി ബന്ധം, വിവാഹബന്ധം എന്നിവയാൽ വിവാഹബന്ധം ഹറാമാകാൻ പാടില്ല. ഹറാമാവാതിരിക്കൽ വധുവിൻ്റെ നിബന്ധനയാണ്. എന്നിട്ട് അതിന് തെളിവായിട്ട് കൊടുത്തിരിക്കുന്നത് സൂറ 4-23 ആയത്താണ് തെളിവായിട്ട് കൊടുത്തിരിക്കുന്നത്. മാതാപിതൃ സഹോദര സഹോദരിമാരുടെ മക്കളല്ലാത്ത അടുത്ത ബന്ധത്തിലെ സ്ത്രീകളാണ് വിവാഹബന്ധം ഹറാമാക്കപ്പെട്ടവർ. അപ്പോൾ ഒന്നാമത്തത് ഉമ്മ, നിന്നെ പ്രസവിക്കുകയോ നിന്റെ മാതാപിതാക്കളെ പ്രസവിക്കുകയോ ചെയ്തവർ. അതായത് ഇവരെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉമ്മ, അവൻ്റെ മാതാപിതാക്കളെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ വല്യുമ്മമാർ, ഉമ്മയുടെ ഉമ്മമാർ അല്ലെങ്കിൽ ഉപ്പയുടെ ഉമ്മമാർ, അങ്ങനെയുള്ള വല്യുമ്മമാർ. രണ്ടാമത്തത് പുത്രി, നീ പ്രസവിക്കുകയോ അല്ലെങ്കിൽ അവരെ പ്രസവിച്ചവരെ പ്രസവിക്കുകയോ ചെയ്തവർ. വ്യഭിചാരത്തിൽ ജനിച്ചവൾ ഇതിൽ പെടില്ല എന്ന് ബ്രാക്കറ്റ്. മൂന്നാമത്തത് സഹോദരി, നാലാമത്തത് സഹോദരപുത്രി, അഞ്ചാമത്തത് സഹോദരി പുത്രി, ആറാമത്തത് പിതൃ സഹോദരി, ഏഴാമത്തത് മാതൃ സഹോദരി എന്നിവർ തറവാട്ട് ബന്ധം മുഖേന വിവാഹം ഹറാമായവരാണ്. ഫത്തുൽ മുയീൻ പേജ് 452, 453. ഇതിൽ രണ്ടാമത് പറഞ്ഞ പുത്രി എന്നുള്ളതിലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളത്? പുത്രി, നീ പ്രസവിക്കുകയോ അല്ലെങ്കിൽ അവരെ പ്രസവിച്ചവരെ പ്രസവിക്കുകയോ ചെയ്തവരെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? വ്യഭിചാരത്തിൽ ജനിച്ചവൾ ഇതിൽ പെടില്ല. വ്യഭിചാരത്തിൽ ജനിച്ചവൾ ഇതിൽ പെടില്ല. ഇത് തന്നെയല്ലേ ആ ഉസ്താദും പറഞ്ഞത്. അൽ-അസർ യൂണിവേഴ്സിറ്റിയിലെ ഇമാം അൽ സർസാവി പറഞ്ഞത് ഇത് തന്നെയല്ലേ. അവിഹിത ബന്ധത്തിലൂടെ ജനിച്ച, അതായത് ഇവര് ഈ ഫത്തുൽ മുയീനിൽ അത് വ്യഭിചാരത്തിൽ ജനിച്ചവരെന്ന് പറഞ്ഞു, അയാളത് അവിഹിത ബന്ധത്തിലൂടെ ജനിച്ചതെന്ന് പറഞ്ഞു, അവിഹിത മാർഗത്തിൽ ജനിച്ചത്. രണ്ടു കൂട്ടരും പറഞ്ഞത് ഒരേ കാര്യം തന്നെയല്ലേ. വ്യഭിചാരത്തിൽ ജനിച്ച പുത്രി വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട സ്ത്രീകളുടെ പട്ടികയിൽ വരില്ല എന്നാണ് ഇസ്ലാമിക നിയമസംഹിതയായ ഫത്തുൽ മുയീനിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വിവാഹേതര ബന്ധത്തിൽ ഒരു മുസ്ലിം പുരുഷന് ഒരു പെൺകുട്ടി ജനിച്ചാൽ അവളെ സ്വന്തം മകളായി കാണാൻ ഇസ്ലാം മതം ആ പുരുഷനെ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവളെ അന്യസ്ത്രീയായി പരിഗണിച്ച് വിവാഹം കഴിക്കാനുള്ള അനുവാദം ഇസ്ലാം മതം ആ പുരുഷന് കൊടുക്കുന്നുമുണ്ട്. എത്ര മ്ലേച്ഛകരമായൊരു കാര്യമാണെന്ന് നോക്കിയേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ക്രൈസ്തവ സഹോദരി സഹോദരന്മാരോടും ഞാനൊരു കാര്യം പറയട്ടെ. ഇസ്ലാം എന്ന മതത്തിൻ്റെ പുറകിലുള്ളത് സത്യദൈവമല്ല, പിശാചാണെന്നുള്ളതിന് നല്ല ശക്തമായൊരു തെളിവാണ് ഇത്. കാരണം നമ്മുടെ കർത്താവായ ദൈവം, യഹോവയായിരിക്കുന്ന ദൈവം, പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ, ഇത്തരം ഈ ഇൻസെസ്റ്റിനോട് ബന്ധപ്പെട്ടിട്ട് കൊടുത്തിരിക്കുന്ന കൽപ്പനകളെ അങ്ങനെ തന്നെ ലംഘിക്കുകയാണ് ഇവിടെ ഇസ്ലാമിൽ ചെയ്തിരിക്കുന്നത്. അതിനെതിരായിട്ടാണ്. കാരണം പിശാചാണ് അതിൻ്റെ പുറകിലുള്ളത്. സത്യദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കുക എന്നുള്ളത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. മനസ്സിലായോ? ഇത് നിങ്ങളത് മനസ്സിലാക്കണം. ആരെങ്കിലും ഈ ദാവാക്കാരുടെ കെണിയിൽപ്പെട്ട് ഇസ്ലാമിലേക്ക് മാറാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരറിയണം ഇതിൻ്റെ പുറകിലുള്ളത് പിശാചാണ്. നിങ്ങൾ പോകുന്നത് പിശാചിൻ്റെ കെണിയിലേക്കാണ്. നിങ്ങൾ തല വെച്ചു കൊടുക്കുന്നതുണ്ടല്ലോ, പിശാചിനാണ്. അത് നിങ്ങൾ അറിയണം. അതിനുവേണ്ടി ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ധാർമ്മിക സദാചാര മൂല്യങ്ങളെ കെടുത്തിക്കളയുന്ന ഒന്നാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. ആ മതത്തിൻ്റെ അനുയായികൾക്ക് ഇൻസെസ്റ്റിൻ്റെ കാര്യത്തിൽ നിരീശ്വര മതക്കാരെ വിമർശിക്കാൻ യാതൊരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്. നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. കനാൻ നാട്ടിലെ ജനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഒരു കാരണം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഇൻസെസ്റ്റ് ആണെന്ന് ഞാൻ പറയുമ്പോൾ ന്യായമായി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ആ കാലത്ത് ലോകത്തെല്ലായിടത്തും ഇൻസെസ്റ്റ് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ്
കനാൻ നാട്ടിലുള്ളവരെ മാത്രം ശിക്ഷിക്കാൻ ദൈവം കൽപ്പിച്ചത്. ലോകത്ത് ഇൻസെസ്റ്റ് നിലവിലിരുന്നു എന്നാണല്ലോ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, തെളിവുകളുണ്ട് അതിന്, നമ്മുടെ മുമ്പാകെ തെളിവുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാവരും ആ ലെവലിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കനാനിനെ മാത്രം ശിക്ഷിച്ചു? എല്ലാവരെയും ഉന്മൂലനം ചെയ്യേണ്ടതല്ലായിരുന്നോ? എന്തുകൊണ്ടാണ് കനാനിനെ മാത്രം കൊല്ലാൻ കൽപ്പിച്ചത്? അതിനുള്ള ഉത്തരം പറയാം. ലോകത്ത് മറ്റിടങ്ങളിൽ ഉണ്ടായിരുന്ന ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് സഹോദരീ സഹോദരന്മാർ തമ്മിലുള്ള വിവാഹ ബന്ധങ്ങളായിരുന്നു. സഹോദരി സഹോദരന്മാർ, ഇപ്പോൾ ബുദ്ധൻ്റെ ഇതിൽ നമ്മൾ കേട്ടു, അല്ലെങ്കിൽ രാജാക്കന്മാരുടെയൊക്കെ, ഇപ്പോൾ ക്ലിയോപാട്രയുടെ കേസ് നമ്മൾ നോക്കി, അവിടെ സഹോദരി സഹോദരന്മാർ തമ്മിൽ, അല്ലെങ്കിൽ കലികുളയുടെ നമ്മളെടുത്തു, അങ്ങനെയൊക്കെ യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടുത്തെ രാജകുടുംബങ്ങളുടെ ചരിത്രത്തിൽ പലയിടങ്ങളിലും ഇങ്ങനെയുള്ളതൊക്കെ ഇതാണ്. ഇതൊക്കെ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ളതാണ്. എന്നാൽ കനാനിലുണ്ടായിരുന്ന സ്ഥിതി വേറെയായിരുന്നു. അവിടെ നാം കാണുന്നത് അമ്മ മകനോടൊത്ത്, അപ്പൻ മകളോടൊത്ത്, അമ്മായിയപ്പൻ മരുമകളോടൊത്ത്, അമ്മായിയമ്മ മരുമകനോടൊത്തൊക്കെ ശയിക്കുന്നതാണ്. പിന്നെ ഇളയമ്മയോടൊത്ത്, ഇളയപ്പനോടൊത്ത്, അമ്മാവനോടൊത്ത്, അമ്മായിയോടൊത്ത്, അപ്പൻ്റെ ഭാര്യയോടൊത്ത്, അമ്മയുടെ ഭർത്താവിനോടൊത്ത്, ഭാര്യയുടെ സഹോദരിമാരോടൊത്ത്, ഭർത്താവിൻ്റെ സഹോദരന്മാരോടൊത്ത്, ഭാര്യയുടെ കൂട്ടുകാരികളോടൊത്ത്, ഭർത്താവിൻ്റെ കൂട്ടുകാരന്മാരോടൊത്ത്, പുരുഷനും പുരുഷനും തമ്മിൽ, സ്ത്രീയും സ്ത്രീയും തമ്മിൽ, പിന്നെ മൃഗത്തോടൊത്ത് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു കനാന്യർ എന്നാണ് നാം കാണുന്നത്. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് ദൈവം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അക്കമിട്ട് നിരത്തുന്നുണ്ട്. ലേവ്യ പുസ്തകം 18-ാം അധ്യായം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് യഹോവ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ സന്തതിയിൽ ഒന്നിനെയും മോലേക്കിന് അർപ്പിച്ച് നിന്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്, ഞാൻ യഹോവ ആകുന്നു. ഈ സന്തതിയെ മോലേക്കിന് അർപ്പിക്കുക എന്ന് പറയുന്നത് ശിശുബലിയെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്ക് പുറകെ നോക്കാം. യഹോവ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീയോടെന്ന പോലെ പുരുഷനോടുകൂടെ ശയിക്കരുത്, അത് മ്ലേച്ഛത. യാതൊരു മൃഗത്തോടും കൂടെ ശയിച്ച് അതിനാൽ നിന്നെ അശുദ്ധനാക്കരുത്. യാതൊരു സ്ത്രീയും ഒരു മൃഗത്തോടുകൂടെ ശയിക്കേണ്ടതിന് അതിൻ്റെ മുമ്പിൽ നിൽക്കുകയും അരുത്, അത് നികൃഷ്ടം. ഇവയിലൊന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാലൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 18-ന്റെ 6 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചു കേട്ടത്. കനാൻ നാട്ടിലുള്ളവരെ യഹോവയായ ദൈവം ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെട്ടതിൻ്റെ പ്രധാന കാരണം ഇതാണ്. നമ്മളിപ്പോൾ വായിച്ചു കേട്ട എല്ലാവിധമായ മ്ലേച്ഛതയും കനാന്യർക്കിടയിൽ ഉണ്ടായിരുന്നു. ആ മ്ലേച്ഛതകൾ ഇസ്രായേൽ ജനത്തിലേക്കും ചുറ്റുപാടുമുള്ള മറ്റ് ജനതകളിലേക്കും പടരാതിരിക്കാൻ വേണ്ടിയായിരുന്നു ആ മ്ലേച്ഛ സംസ്കാരത്തെയും ആ സംസ്കാരം പിൻപറ്റുന്നവരെയും ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്. അല്ലാതെ യഹോവയിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവരെ കൊന്നുകളയാനല്ല ദൈവം പറഞ്ഞത്. ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. മതം മുഴുവൻ യഹോവയുടെ ആകുന്നത് വരെ ലോകത്തുള്ള അവിശ്വാസികളെ മുഴുവൻ നിങ്ങൾ കൊന്നൊടുക്കണം എന്നൊരു കൽപ്പന യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയിട്ടില്ല. അതായത് ഖുർആനിലകത്തും ഹദീസുകളിലും നമ്മൾ കാണുന്നുണ്ടല്ലോ, മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാകുന്നത് വരെ നിങ്ങൾ അവിശ്വാസികളോട് അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുക എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനയും, അതുപോലെ ഹദീസിൽ മുഹമ്മദ് പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിലും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെയുള്ളൊരു കൽപ്പന യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയിട്ടില്ല. അതായത് മറ്റുള്ളവർ തന്നിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാരണത്തിൽ ഒരാളെയും കൊല്ലാൻ യഹോവ പറഞ്ഞിട്ടില്ല. അവിടെ കൊല്ലാൻ പറഞ്ഞതിൻ്റെ കാരണം വേറെയാണ്. ഇനി നമുക്ക് ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിൽ നിന്ന് നോക്കാം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളിലോ ഇസ്രായേലിൽ വന്നു പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തൻ്റെ സന്തതിയിൽ ഒന്നിനെ മോലേക്കിന് കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ദേശത്തിലെ ജനം അവനെ കല്ലെറിയണം. അവൻ തൻ്റെ സന്തതിയെ മോലേക്കിന് കൊടുത്തതിനാൽ എൻ്റെ വിശുദ്ധ മന്ദിരം മലിനമാക്കുകയും എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ അവൻ്റെ നേരെ ദൃഷ്ടി വെച്ച് അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. ലേവ്യ പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഇവിടെയും യഹോവ പറയുന്നത് യഹോവയിൽ വിശ്വസിക്കാത്തത് കൊണ്ട് ആരെങ്കിലും കൊല്ലാനല്ല, മറിച്ച് ഇസ്രായേൽ നാട്ടിനുള്ളിൽ ആരെങ്കിലും നരബലി നടത്തിയാൽ, മോലേക്കിന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചാൽ അവരെ കൊന്നുകളയണമെന്നാണ്. ഇതിൻ്റെ ബാക്കി കൂടി നമുക്ക് വായിക്കാം. ഒരുത്തൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരിണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണം. അപ്പൻ്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ അപ്പൻ്റെ നഗ്നത അനാവൃതമാക്കുന്നു. ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. ഒരുത്തൻ മരുമകളോടുകൂടെ ശയിച്ചാൽ ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. അവർ നികൃഷ്ടകർമ്മം ചെയ്തു, അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. സ്ത്രീയോടുകൂടെ ശയിക്കുന്നത് പോലെ
ഒരുത്തൻ പുരുഷനോടുകൂടെ ശയിച്ചാൽ ഇരുവരും മ്ലേച്ഛത ചെയ്തു. അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. ഒരു പുരുഷൻ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ അത് ദുഷ്കർമ്മം. നിങ്ങളുടെ ഇടയിൽ ദുഷ്കർമ്മം ഇല്ലാതിരിക്കേണ്ടതിന് അവനെയും തീയിലിട്ട് ചുട്ടുകളയണം. ഒരു പുരുഷൻ മൃഗത്തോടുകൂടെ ശയിച്ചാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെയും കൊല്ലണം. ഒരു സ്ത്രീ യാതൊരു മൃഗത്തോടെങ്കിലും ചേർന്ന് ശയിച്ചാൽ സ്ത്രീയെയും മൃഗത്തെയും കൊല്ലണം. അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. ഒരു പുരുഷൻ തൻ്റെ അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ തൻ്റെ സഹോദരിയെ പരിഗ്രഹിച്ച് അവളുടെ നഗ്നത കാണുകയും അവൾ അവൻ്റെ നഗ്നത കാണുകയും ചെയ്താൽ അത് ലജ്ജാകരം. അവരെ അവരുടെ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ സംഹരിച്ച് കളയണം. അവൻ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി. അവൻ തൻ്റെ കുറ്റം വഹിക്കും. ഒരു പുരുഷൻ ഋതുവായ സ്ത്രീയോടുകൂടെ ശയിച്ച് അവളുടെ നഗ്നത അനാവൃതമാക്കിയാൽ അവൻ അവളുടെ സ്രവം അനാവൃതമാക്കി. അവളും തൻ്റെ രക്തസ്രവം അനാവൃതമാക്കി. ഇരുവരെയും അവരുടെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണം. നിന്റെ അമ്മയുടെ സഹോദരിയുടെയോ അപ്പൻ്റെ സഹോദരിയുടെയോ നഗ്നത അനാവൃതമാക്കരുത്. അങ്ങനത്തവൻ തൻ്റെ അടുത്ത ചാർച്ചക്കാരത്തിയെ അനാവൃതയാക്കുന്നുവല്ലോ. അവർ തങ്ങളുടെ കുറ്റം വഹിക്കും. ഒരു പുരുഷൻ ഇളയപ്പൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ചാൽ അവൻ ഇളയപ്പൻ്റെ നഗ്നത അനാവൃതമാക്കി. അവർ തങ്ങളുടെ പാപം വഹിക്കും. അവർ സന്തതിയില്ലാത്തവരായി മരിക്കണം. ഒരുത്തൻ സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചാൽ അത് മാലിന്യം. അവൻ സഹോദരൻ്റെ നഗ്നത അനാവൃതമാക്കി. അവർ സന്തതിയില്ലാത്തവർ ആയിരിക്കണം. ലേവ്യാപുസ്തകം 20-ാം അധ്യായം 10 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. കനാനിലുണ്ടായിരുന്ന ആളുകളുടെ കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ദൈവം ഇവിടെ പറയുന്നു. അപ്പൻ മകളോടൊത്ത് ശയിക്കുന്നു, മകൻ അമ്മയോടൊത്ത് ശയിക്കുന്നു, പിതാമഹൻ പേരക്കുട്ടിയോടൊത്ത് ശയിക്കുന്നു, അമ്മായപ്പൻ മകൻ്റെ ഭാര്യയോടൊത്ത് ശയിക്കുന്നു, സഹോദരൻ സഹോദരിയോടൊത്ത് ശയിക്കുന്നു, മകൻ അപ്പൻ്റെ ഭാര്യയോടൊത്ത്, ഇളയപ്പൻ്റെ ഭാര്യയോടൊത്ത്, അമ്മയുടെ സഹോദരിയോടൊത്ത്, കൂട്ടുകാരൻ്റെ ഭാര്യയോടൊത്ത്, ഭാര്യയുടെ മാതാവിനോടൊത്ത്, ഭാര്യയുടെ സഹോദരിയോടൊത്ത്, സഹോദരൻ്റെ ഭാര്യയോടൊത്ത്, അതുപോലെ സ്ത്രീയോടെന്ന പോലെ പുരുഷനോടൊത്ത്, പുരുഷനോടെന്ന പോലെ സ്ത്രീയോടൊത്ത്, പിന്നെ മൃഗത്തോടൊത്ത് ശയിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ജനവിഭാഗമായിരുന്നു കനാന്യർ എന്ന് വളരെ വ്യക്തമായി ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല മോലേക്ക് എന്ന ദേവനെയും അവർ ആരാധിച്ചിരുന്നു. ആരാണ് ഈ മോലേക്ക്? കനാന്യർ ആരാധിച്ചിരുന്ന അമൂര്യ ദേവനായിരുന്നു മോലേക്ക്. ഈ മോലേക്കിന് ഏറെ ഇഷ്ടം 1 വയസ്സിൽ താഴെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ ശിശുബലിയായിരുന്നു, നരബലിയായിരുന്നു. കൈകൾ രണ്ടും മുന്നോട്ട് നീട്ടി ഇങ്ങനെ വിടർത്തി പിടിച്ചു നിൽക്കുന്ന മോലേക്ക് എന്ന ദേവൻ്റെ 10-15 അടി വലുപ്പമുള്ള ഉള്ളുപൊള്ളയായ ലോഹ വിഗ്രഹങ്ങൾ പുരാവസ്തു ഗവേഷകർ കനാൻ പ്രദേശത്ത് നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ആ ലോഹ വിഗ്രഹത്തിനകത്തും പുറത്തും മരം നിറച്ച് തീ കൊടുത്ത് വിഗ്രഹത്തെ ചുട്ടുവഴിപ്പിച്ചതിന് ശേഷം ഈ വിഗ്രഹത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു തട്ടിൽ കയറി നിന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ മോലേക്കിൻ്റെ ചുട്ടുപഴുത്ത കൈകളിലേക്ക് കനാന്യർ ഇട്ടുകൊടുക്കും. മോലേക്കിൻ്റെ കൈകളിൽ വീഴുന്ന കുഞ്ഞുങ്ങൾ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കരിക്കട്ടയായി മാറും. ഈ കൊടും ക്രൂരതയ്ക്കാണ് അഗ്നിപ്രവേശം ചെയ്യിക്കുക എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനം ഇത് ചെയ്യരുത് എന്നാണ് യഹോവയായ ദൈവം ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, അന്നത്തെ കനാൻ നാട്ടിലെ ദേവീദേവന്മാരിൽ ഭൂരിഭാഗവും മനുഷ്യരക്തം ആവശ്യപ്പെട്ടിരുന്നവരായിരുന്നു, അതായത് നരബലി ആവശ്യപ്പെട്ടിരുന്നവരായിരുന്നു. അതുകൊണ്ടാണ് യഹോവയായ ദൈവം അന്യദൈവങ്ങളെ ആരാധിക്കരുതെന്ന് ഇസ്രായേൽ മക്കളോട് അമർച്ചയായി കൽപ്പിച്ചത്. എന്നിട്ടും പിൽക്കാലത്ത് ഇസ്രായേൽ ഈ മ്ലേച്ഛകൃത്യം ചെയ്തിരുന്നു, രാജാക്കന്മാരടക്കമുള്ളവർ ചെയ്തിരുന്നു. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. ഇപ്പോൾ നമുക്ക് ലേവ്യാപുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നുള്ള വേദഭാഗം തുടർന്ന് നോക്കാം. ലേവ്യാപുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ദൈവം പറയുകയാണ്, ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അക്കമിട്ട് ഒരു ലിസ്റ്റായിട്ട് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുതെന്ന് ഇങ്ങനെ ലിസ്റ്റിട്ട് കൊടുത്തിട്ട് പറയുകയാണ്, ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാലൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു. ദേശവും അശുദ്ധമായി തീർന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു. ദേശം തൻ്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു. ഈ മ്ലേച്ഛത ഒക്കെയും നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു. ദേശം അശുദ്ധമായി തീർന്നു. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികളെ ദേശം ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ അതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം. ലേവ്യാപുസ്തകം 18-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ദൈവം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്,
ഈ മ്ലേച്ഛ കാര്യങ്ങൾ, ഈ മ്ലേച്ഛ കൃത്യങ്ങൾ അവിടെയുള്ള ജനം ചെയ്തു. നിങ്ങളത് ചെയ്യരുത്, അവരത് ചെയ്തു. അത് ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവരെ അവിടെ നിന്ന് പുറന്തള്ളുന്നത്. ദേശം അവരെ പുറന്തള്ളുന്നു എന്നാണ് പറയുന്നത്. അവരെ അവിടെ നിന്ന് പുറന്തള്ളുന്നു, കൊന്നു കളയുന്നു, അല്ലെങ്കിൽ ഓടിപ്പിച്ച് കളയുന്നു. എന്നിട്ട് ആ ഇത് പിടിച്ചെടുത്തിട്ട് ഇസ്രായേലിനെ അവിടെ താമസിപ്പിക്കാൻ കൊണ്ടുപോകുന്നു. അതിൻ്റെ കാരണം ഇതാണ്. ഇനി വീണ്ടും ലേവ്യപുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ വീണ്ടും ദൈവം അത് പറയുന്നുണ്ട്. ആകയാൽ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഈ മ്ലേച്ഛ മര്യാദകളിൽ യാതൊന്നും ചെയ്യാതെയും അവയാൽ അശുദ്ധരാകാതെയും ഇരിപ്പാൻ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ പ്രമാണിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ലേവ്യപുസ്തകം 18-30. പിന്നെ വീണ്ടും ഇത് തന്നെ ദൈവം പറയുന്നുണ്ട്, ഞാൻ വായിക്കാം. ആകയാൽ നിങ്ങൾ കുടിയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം നിങ്ങളെ ഛർദ്ദിച്ച് കളയാതിരിപ്പാൻ എൻ്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ച് ആചരിക്കണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികളുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത്. ഈ കാര്യങ്ങളെ ഒക്കെയും ചെയ്തതുകൊണ്ട് അവർ എനിക്ക് അറപ്പായി തീർന്നു. ലേവ്യപുസ്തകം 20-ാം അധ്യായം 22-23 വാക്യങ്ങൾ നോക്കണേ. ദൈവം പറയുന്നത്, ഈ കാര്യങ്ങളെ ഒക്കെയും ചെയ്തതുകൊണ്ട് അവർ എനിക്ക് അറപ്പായി തീർന്നു. നമ്മൾ ഇസ്ലാമിക പ്രമാണം നോക്കിക്കഴിഞ്ഞാൽ അമുസ്ലിങ്ങളൊക്കെ അള്ളാഹുവിന് അറപ്പുള്ളവരാണ്. അമുസ്ലിങ്ങളായിരിക്കുന്നവർ, ബഹുദൈവ വിശ്വാസികളാകട്ടെ, യഹൂദരാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, ഏതോ ആകട്ടെ, ഇങ്ങനെയുള്ളവരൊക്കെ അള്ളാഹുവിന് അറപ്പുള്ളവരാണ്. അവരൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പാകെ അശുദ്ധരാണ്. അങ്ങനെയാണ് പറയുന്നത്. കാരണം എന്താണ്? അവരുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടല്ല, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അവർ മുഹമ്മദിനെ പ്രവാചകനായി അംഗീകരിക്കുന്നില്ല എന്നുള്ള ഏക കാരണത്താൽ അവരെ അള്ളാഹു വെറുക്കുന്നു. അവർ അശുദ്ധരാണ്. പക്ഷേ യഹോവയായ ദൈവം പറയുന്നത് അങ്ങനെയല്ല. അവർ യഹോവയിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാരണത്താൽ അവരെനിക്ക് വെറുക്കപ്പെട്ടവരായി, എനിക്ക് അവർ അറപ്പായി തീർന്നു എന്നല്ല ദൈവം പറയുന്നത്. അല്ലെങ്കിൽ മോശയിൽ അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ തോറയിൽ അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരെനിക്ക് അറക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരുമായി തീർന്നു എന്നൊന്നല്ല പറയുന്നത്. എനിക്ക് അവരുടെ അറപ്പ് തോന്നുന്നു എന്നല്ല പറയുന്നത്. പിന്നെന്താണ്? അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട്, അവരുടെ മ്ലേച്ഛ കൃത്യം കൊണ്ട്, അവരുടെ ആ ഹീനത കൊണ്ട് ദൈവം പറയാണ്, ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തതുകൊണ്ട് എനിക്ക് അവരോട് അറപ്പ് തോന്നുന്നു എന്നാണ് പറയുന്നത്. ഇനി ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ, അത് ഈ ആവർത്തന പുസ്തകം എന്ന് പേര് വരാൻ തന്നെ കാരണം കൽപ്പനകൾ ആവർത്തിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ അങ്ങനെ തന്നെ ആവർത്തിക്കുകയല്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ കൽപ്പന കൊടുക്കുമ്പോൾ, അതായത് പുറപ്പാട് പുസ്തകം, ലേവ്യപുസ്തകം, സംഖ്യാപുസ്തകത്തിലേക്ക് ഈ കൽപ്പന കൊടുക്കുന്ന സമയത്ത് ദൈവത്തിന് അറിയാം ഇവർ 40 വർഷം ഇനി മരുഭൂമിയിൽ അലയാൻ പോവുകയാണ്. ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഇവർ 40 കൊല്ലം ഇവിടെ അലയേണ്ടി വരും. അപ്പോൾ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകൾക്കുള്ള ലെവലിലാണ് അപ്പോഴത്തെ നിയമങ്ങൾ പറയുന്നത്. എന്നാൽ ഈ ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ്. യോർദാനിൻ്റെ ഇപ്പുറത്ത് നിൽക്കുകയാണ്. അവിടേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് മോശ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനേക്കാൾ മുമ്പേ ഈ കൽപ്പന പുതുക്കി കൊടുക്കുകയാണ്. അങ്ങനെ പുതുക്കി കൊടുക്കുമ്പോൾ അവരവിടെ സെറ്റിലാവാൻ പോവുകയാണ്. ഇനി അലഞ്ഞു നടക്കുകയല്ല, അലഞ്ഞു തിരിയുന്ന ആ ജീവിതം അവസാനിപ്പിച്ചിട്ട് ഇനി കനാനിൽ അവർ സെറ്റിലാവാൻ പോവുകയാണ്. അപ്പോൾ സെറ്റിലാകുന്ന ഒരു ജനതയ്ക്ക് വേണ്ടുന്ന വിധത്തിൽ ആ കൽപ്പനകളെ ഒന്ന് പരിഷ്കരിച്ച്, കൽപ്പനകളുടെ ഉള്ളടക്കം അതൊക്കെ തന്നെയാണ്, ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ആ കൽപ്പനകൾ ആവർത്തിക്കുന്നതുകൊണ്ടാണ് ഇതിനെ നിയമാവർത്തനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ആവർത്തന പുസ്തകത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. ഒരു മാറ്റവും ഇല്ല, മുമ്പ് പറഞ്ഞിരുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇസ്രായേലിനോട് പ്രീതി തോന്നിയിട്ട് അവരെ നശിപ്പിച്ച് കളയുന്നു എന്നല്ല പറയുന്നത്. അവരിങ്ങനെയുള്ള മ്ലേച്ഛതകൾ ചെയ്യുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്യാണ്? അവരെ അവിടെ നിന്ന് നീക്കിക്കളയുകയാണ്. എന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കണം. നീ നീക്കിക്കളയുവാനിരിക്കുന്ന ജാതികൾ മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും വാക്ക് കേട്ട് നടന്നു. നീയോ അങ്ങനെ ചെയ്യുവാൻ നിന്റെ ദൈവമായ യഹോവ അനുവദിച്ചിട്ടില്ല. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. വീണ്ടും ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തുള്ള ജാതികളെ നിന്റെ ദൈവമായ യഹോവ നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളയുമ്പോഴും നീ അവരെ നീക്കിക്കളഞ്ഞ് അവരുടെ ദേശത്ത് പാർക്കുമ്പോഴും
അവർ നിന്റെ മുമ്പിൽ നിന്ന് നശിച്ച ശേഷം നീ അവരുടെ നടപടി അനുസരിച്ച് കെണിയിൽ അകപ്പെടുകയും ഈ ജാതികൾ തങ്ങളുടെ ദേവന്മാരെ സേവിച്ച വിധം ഞാനും ചെയ്യുമെന്ന് പറഞ്ഞ് അവരുടെ ദേവന്മാരെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ അങ്ങനെ സേവിക്കേണ്ടതല്ല. യഹോവ വെറുക്കുന്ന സകല മ്ലേച്ഛതയും അവർ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്ത് തങ്ങളുടെ പുത്രീപുത്രന്മാരെ പോലും അവർ തങ്ങളുടെ ദേവന്മാർക്ക് അഗ്നിപ്രവേശം ചെയ്യിച്ചുവല്ലോ. ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് പ്രത്യേകം നമ്മൾ ഓർക്കണം. അവരുടെ ഈ ദേവപൂജ എന്നൊക്കെ പറയുന്നത് അതിനകത്താണ് ഈ പറയുന്ന മ്ലേച്ഛതകൾ അധികവും അരങ്ങേറിയിരുന്നത്. അത് കേവലം കാമശമനത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. അവരുടെ ആ റിച്വൽസാണ്, അവരുടെ ആ മതപരമായ ആചാരത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു അത്. ഇതുകൊണ്ടാണ് ദൈവം പറയുന്നത് അങ്ങനെയുള്ള ആ അവരുടെ ബലിപീഠങ്ങളെ നിങ്ങൾ ഇടിച്ചു നിരത്തണം. അതവിടെ ഇസ്രായേൽ കനാനിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കൊല്ലണമെന്ന് മാത്രമല്ല, അവരുടെ ഇങ്ങനെയുള്ള ദേവപൂജകൾ ഇരിക്കുന്നതൊക്കെ ഇടിച്ചു കളയാനൊക്കെ പറയുന്നത് ഇത്തരം അധാർമികമായ വളരെ വൃത്തികേടുകൾ നിറഞ്ഞ ഈ ലൈംഗിക വൈകൃതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സമൂഹരതി അവരുടെ ഉത്സവങ്ങളിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ കൂടത്തെ നമ്മൾ ചിന്തിക്കുന്ന എപ്പോഴും ഈ അവർ വിഗ്രഹാരാധകരായിരിക്കുന്ന അവരെ നശിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളെയാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. ഹിന്ദുക്കൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കാൻ. അതിനിപ്പോൾ എന്താ കുഴപ്പം? അതല്ലേ അവരും ചെയ്തിട്ടുള്ളൂ, കനാനിയരും അത് തന്നെയല്ലേ ചെയ്തിരുന്നുള്ളൂ. എന്നിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. നമുക്ക് പരിചയമുള്ള നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെ വിഗ്രഹാരാധികളായിരിക്കുന്ന ഹിന്ദുക്കൾ അവരുടെ അമ്പലത്തിൽ പോയി ചെയ്യുന്നത് പോലെയുള്ള കാര്യമല്ല അന്ന് അവരവിടെ ചെയ്തിരുന്നത്. സമൂഹരീതിയൊക്കെ ഒരു പ്രധാന ഭാഗമാണ് അതിൻ്റെ. അതായത് ഇവിടെയൊക്കെ നമ്മൾ അമ്പലത്തിൽ ഉത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ ഉത്സവത്തിന് പോകുന്നു, ഉത്സവ ആഘോഷത്തിൽ പങ്കെടുത്ത് നമ്മൾ തിരിച്ചു പോരുന്നു. നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിൽ നമുക്കൊക്കെ പരിചയമുള്ള സംഗതികൾ. അവിടെ അങ്ങനെയല്ല. അവിടെ അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമൂഹരീതിയിൽ ഏർപ്പെടണം. അത് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു, റിച്വൽസാണത്. അത് ഈ സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയം നമ്മൾ കാണുന്നുണ്ട്. മിദ്യാന്യ സ്ത്രീകൾ അവരെ ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയിട്ട് ഇതേപോലെ ഈ സമൂഹരീതിയിൽ ഏർപ്പെടുത്തുന്ന കാര്യം അവിടെ നമ്മൾ വായിക്കുന്നത്, ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. ആ കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറയുന്നത് ഈ പറയുന്ന സമൂഹരീതിയെ ഉദ്ദേശിച്ചിട്ടാണത്. അപ്പോൾ ഇങ്ങനെയുള്ള മ്ലേച്ഛതയുണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. ലേവ്യപുസ്തകം 31-ാം അധ്യായത്തിലൊക്കെ പറയുന്ന ആ കാര്യങ്ങളുടെ വിഷയം. അപ്പോൾ ഇവിടെ ഈ സംഗതികൾ ദൈവം പറയാണ്, യഹോവ വെറുക്കുന്ന സകല മ്ലേച്ഛതയും അവർ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്ത് തങ്ങളുടെ പുത്രീപുത്രന്മാരെ പോലും അവർ തങ്ങളുടെ ദേവന്മാർക്ക് അഗ്നിപ്രവേശം ചെയ്യിച്ചുവല്ലോ എന്ന്. അതാണ് അവിടെ അന്ന് അവരവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇനി വീണ്ടും ആവർത്തന പുസ്തകത്തിൽ തന്നെ വീണ്ടും ദൈവം പറയുന്നുണ്ട് 9-ാം അധ്യായത്തിൽ, ഇസ്രായേലെ കേൾക്ക, നീ ഇന്ന് യോർദ്ധാൻ കടന്ന് നിന്നേക്കാൾ വലുപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുകളുള്ള വലിയ പട്ടണങ്ങളെയും വലുപ്പവും പൊക്കവുമുള്ള അനാക്യരെന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു. നീ അവരെ അറിയുന്നുവല്ലോ. അനാക്യരുടെ മുമ്പാകെ നിൽക്കാകുന്നവൻ ആർ എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. അവൻ അവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും. അങ്ങനെ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ അവരെ നീക്കിക്കളയുകയും ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ശേഷം, എൻ്റെ നീതി നിമിത്തം ഈ ദേശം കൈവശമാക്കുവാൻ യഹോവ എന്നെ കൊണ്ടുവന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത്. ആ ജാതിയുടെ ദുഷ്ടത നിമിത്തമത്രേ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്. നീ അവരുടെ ദേശം കൈവശമാക്കുവാൻ ചെല്ലുന്നത് നിന്റെ നീതി നിമിത്തവും നിന്റെ ഹൃദയപരമാർത്ഥ നിമിത്തവുമല്ല, ആ ജാതിയുടെ ദുഷ്ടത നിമിത്തവും അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് യഹോവ സത്യം ചെയ്ത വചനം നിവർത്തിക്കേണ്ടതിനുമത്രേ നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തം അല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. നീ ദുശാഠ്യമുള്ള ജനമല്ലോ. നീ മരുഭൂമിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു എന്ന് ഓർക്ക. മറന്നു കളയരുത്. മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വരുന്നതുവരെ നിങ്ങൾ യഹോവയോട് മത്സരിക്കുന്നവരായിരുന്നു. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഇസ്രായേൽ ജനം നല്ലവരായതുകൊണ്ട് യഹോവയായ ദൈവം അവർക്ക് വേണ്ടി കനാൻ ദേശത്തുള്ള ജനങ്ങളെ കൊന്ന് അവരുടെ രാജ്യം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു എന്നല്ല ബൈബിള് പറയുന്നത്. കനാൻ ജനതയുടെ മ്ലേച്ഛത കാരണം യഹോവ അവരെ അവിടെ നിന്നും നീക്കിക്കളഞ്ഞ് പകരം ഇസ്രായേൽ ജനത്തിനെ അവിടെ കുടിയിരുത്തുകയാണ് ചെയ്തത്. ഇസ്രായേലിനെ മാത്രമല്ല വേറെ ജനതകളുടെ കാര്യത്തിലും ദൈവം ഇങ്ങനെ ചെയ്തിരുന്നതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യം, ഇസ്രായേൽ മക്കളെ,
നിങ്ങൾ എനിക്ക് കൂശ്യരെ പോലെ അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇസ്രായേലിനെ മിസ്രയീം ദേശത്തു നിന്നും ഫെലിസ്ത്യരെ കഫ്തോരിൽ നിന്നും അരാമ്യരെ കീറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ? ആമോസ് 9:7. അപ്പോൾ 3 ജനതയെക്കുറിച്ച് പറയുകയാണ്. ഈ 3 ജനതയെയും ഞാൻ കൊണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്ന ജനതയെ ഇല്ലായ്മ ചെയ്തിട്ട് അവരെ നശിപ്പിച്ച് കളഞ്ഞിട്ട് ഈ ജനതയെ കൊണ്ടുവന്ന് ഞാൻ അവിടെ പിടിപാർപ്പിച്ചു. ഇത് ആവർത്തന പുസ്തകത്തിലും പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ. അമ്മോന്യരോട് അടുത്ത് ചെല്ലുമ്പോൾ അവരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും അരുത്. ഞാൻ അമ്മോന്യരുടെ ദേശത്ത് നിനക്ക് അവകാശം തരികയില്ല. അത് ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. അത് മല്ലന്മാരുടെ ദേശമെന്ന് വിചാരിച്ചു വരുന്നു. മല്ലന്മാർ പണ്ട് അവിടെ പാർത്തിരുന്നു. അമ്മോന്യർ അവരെ സംസുമ്യർ എന്ന് പറയുന്നു. അവർ വലിപ്പവും പെരുപ്പവും അനാക്യരെ പോലെ പൊക്കവുമുള്ള ജാതിയായിരുന്നു. എങ്കിലും യഹോവ അവരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു. ഇങ്ങനെ അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് കുടിപാർത്തു. അവൻ സേയീരിൽ പാർക്കുന്ന ഏശാവിൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ അവൻ ഹോര്യരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചിട്ട് അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് ഇന്നുവരെയും പാർക്കുന്നു. കഫ്തോരിൽ നിന്ന് വന്ന കഫ്തോര്യരും ഗസ വരെയുള്ള ഊരുകളിൽ പാർത്തിരുന്ന അവ്യരെ നശിപ്പിച്ച് അവരുടെ സ്ഥലത്ത് കുടിപാർത്തു. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഫെലിസ്ത്യർക്ക് മുമ്പ് ഗസ വരെയുള്ള പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നത് അവ്യർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗമായിരുന്നു. അപ്പോൾ അവരുടെ പാപം പെരുകിയപ്പോൾ ദൈവം കഫ്തോരിൽ നിന്ന് ഒരു ജനതയെ കൊണ്ടുവന്ന് ഈ അവ്യരെ റീപ്ലേസ് ചെയ്യുകയാണ്. അവ്യരെ മുഴുവനും അവരെ കൊണ്ട് നശിപ്പിച്ചു, അവരെ കൊല്ലിച്ചു. എന്നിട്ട് ഈ കഫ്തോരിൽ നിന്നുള്ള ജനതയെ കൊണ്ടുവന്ന് അവരാണ് പിന്നീട് ബൈബിളിൽ ഫെലിസ്ത്യരെന്ന് അറിയപ്പെടുന്നത്. അതുപോലെ സംസുമ്യർ എന്ന ജനതയുടെ പാപം പെരുകിയപ്പോൾ അവരെ ഉന്മൂലനം ചെയ്ത് പകരം അവിടെ അമ്മോന്യരെ ദൈവം കുടിയിരുത്തി. ഹോര്യർ എന്ന ജനതയുടെ പാപം പെരുകിയപ്പോൾ ഏശാവിൻ്റെ മക്കളായ ഏദോമ്യരെ കൊണ്ടുവന്ന് ഹോര്യരെ റീപ്ലേസ് ചെയ്ത് കളഞ്ഞു. ഇതൊന്നും മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ യഹോവയിലുള്ള വിശ്വാസത്തിൻ്റെ പേരിലോ അല്ല ദൈവം ചെയ്തത്. ഫെലിസ്ത്യർ യഹോവയിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട്, അല്ലെങ്കിൽ കഫ്തോരിൽ, അന്ന് ഫെലിസ്ത്യരല്ല, കഫ്തോർ എന്ന് പറയുന്ന ദ്വീപ് രാഷ്ട്രമാണ്, കഫ്തോരിലാണുള്ളത്. അപ്പോൾ ആ കഫ്തോരിലുള്ള ആളുകൾ അവർ എന്നിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്ന് കുടിപാർപ്പിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നൊന്നല്ല. അല്ലെങ്കിൽ അമ്മോന്യർ എന്നിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് അവരെ സംസുമ്യരെ നീക്കിക്കളഞ്ഞ് അമ്മോന്യരെ അവിടെ കുടിപാർപ്പിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതൊന്നുമല്ല. അതത് ജനതയുടെ പാപം പെരുകുമ്പോൾ ആ പാപത്തിനെ ന്യായം വിധിക്കുകയാണ്, ശിക്ഷിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്യണം? ആ ജനതയെ മാറ്റുന്നു അവിടെ, എന്നിട്ട് വേറെ ജനതയെ കൊണ്ടുവന്ന് അവിടെ കുടിപാർപ്പിക്കുന്നു. അപ്പോൾ ഇത് ദൈവം പലയിടങ്ങളിലായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഓരോരോ ജനതകളിൽ പാപം പെരുകിയപ്പോൾ അഥവാ അല്ലെങ്കിൽ അവരുടെ ദുഷ്കൃത്യം അധികരിച്ചപ്പോൾ അതിനെ ശിക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണത്. ആ ജനതകളുടെ പാപത്തെ ദൈവം ന്യായം വിധിച്ചതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ബൈബിളിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്ന് ഈ കനാന്യരെ റീപ്ലേസ് ചെയ്യുന്നത് അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്, ആരോടൊക്കെയാണ് യുദ്ധം ചെയ്തിരിക്കുന്നത്, എങ്ങനെ യുദ്ധം ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതുപോലെ മറ്റവരുടെ കേസ് വിശദീകരിച്ച് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, പക്ഷെ ദൈവം അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു? ഓരോരോ ജനതയിൽ പാപം പെരുകുമ്പോൾ അവരെ നശിപ്പിച്ച് കളഞ്ഞ് വേറെ ജനതയെ കൊണ്ടുവന്ന് അവിടെ കുടിപാർപ്പിക്കുകയൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ജനതയെ എന്തുകൊണ്ട് നശിപ്പിച്ച് കളയുന്നു? അതിൻ്റെ ഉത്തരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അത് ചെയ്തത്. യഹോവയായ ദൈവം കനാന്യരെ നശിപ്പിക്കാൻ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചത് മനുഷ്യവർഗത്തോടുള്ള സ്നേഹം മൂലമാണ്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഈ മുജാഹിദ് ബാലുശ്ശേരി അടുത്ത് പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ ദൂതൻ കാരുണ്യവാനാണ്, കാരുണ്യം നിറഞ്ഞവനാണ്, മുഹമ്മദ് നബി 1000 പേരെ കഴുത്തറുത്താലും ആ കഴുത്തറക്കലും ഒരു കാരുണ്യമാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? അതുപോലെയുള്ള എന്തോ സംഗതിയാണ് ഞാൻ പറയാൻ പോകുന്നതെന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. ആ റൂട്ടിലാണല്ലോ ഈ ചങ്ങാതിയും പോകുന്നതെന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നതാണ്. അങ്ങനെയൊന്നുമല്ല, ഇത് നിങ്ങൾക്കും മനസ്സിലാവും. ഞാൻ ഈ പറയുന്നതിൻ്റെ വസ്തുത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അഗമ്യഗമനവും മൃഗഭോഗവും സ്വർഗ ലൈംഗികതയും അടക്കം എല്ലാവിധമായ ലൈംഗിക അരാജകത്വങ്ങളും നിറഞ്ഞൊരു ജനതയായിരുന്നു കനാന്യര്. അവരങ്ങനെ തന്നെ അവിടെ തുടർന്നിരുന്നെങ്കിൽ അവരുടെ ആ മ്ലേച്ഛതകൾ ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്കും അവിടെ നിന്ന് ലോകത്തിലെല്ലായിടത്തേക്കും പരക്കുമായിരുന്നു. മറ്റു പാപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലൈംഗിക പാപങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയാം? മനുഷ്യൻ പെട്ടെന്ന് അതിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. 20-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം. പ്രധാനമായും കുത്തഴിഞ്ഞ ലൈംഗികതയിലൂടെയാണ് അത് പെട്ടെന്ന് ലോകം മുഴുവൻ പരന്നത്. കനാന്യരുടെ ഈ അധാർമിക ജീവിതശൈലി ലോകം മുഴുവൻ പടരുകയും എയ്ഡ്സ് അല്ലെങ്കിൽ എയ്ഡ്സ് പോലെയുള്ള വേറെ ഏതെങ്കിലും മനുഷ്യൻ്റെ ജീവനെടുക്കാവുന്ന ഈ ലൈംഗികതയിലൂടെ പരക്കുന്ന മനുഷ്യൻ്റെ ജീവനെടുക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു രോഗം ആ കാലത്ത് ഉണ്ടാവുകയും ചെയ്താൽ
ലോകത്ത് ഇന്ന് മനുഷ്യവർഗം ഉണ്ടാകുമായിരുന്നു? മനുഷ്യവർഗം ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുമായിരുന്നു? ഇല്ല. പണ്ടേ മനുഷ്യർക്ക് വംശനാശം സംഭവിച്ചേനെ. അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത്തരം ജനതകളെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അത് ബാക്കിയുള്ള ജനതയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ശരീരത്തിലെ കൈവിരലിനോ കാൽവിരലിനോ അല്ലെങ്കിൽ കൈക്കോ കാലിനോ ഒക്കെ പഴുപ്പ് കയറിക്കഴിഞ്ഞ് അത് മുഴുവൻ ശരീരത്തിന് ദോഷകരമായി തീരുമെന്ന് കണ്ടാൽ, ഇപ്പോൾ കൈവിരലിന് പഴുപ്പ് കയറി, അത് അപ്പോഴേ കട്ട് ചെയ്ത് കളഞ്ഞില്ല, ആ പഴുപ്പങ്ങ് കയറി വരികയാണ്, കൈ മുഴുവൻ മുറിച്ച് കളയേണ്ടി വരും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിരലങ്ങ് മുറിച്ച് കളയും. കാരണം കൈയിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണത്. ഇനി കൈക്ക് പഴുപ്പ് കയറി, അത് ബാക്കി ശരീരത്തിന് ദോഷം ചെയ്യുന്ന കാണുമ്പോൾ കൈ അങ്ങ് മുറിച്ച് കളയും. അല്ലെങ്കിൽ കാൽവിരലിന് പഴുപ്പ് കയറി, കാൽവിരലിൻ്റെ ഇത് ഇനി കാലിലേക്ക് പടരാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കാലിൻ്റെ വിരൽ മുറിച്ച് കളയും. അല്ലെങ്കിൽ കാലുമലിക്ക് പഴുപ്പ് കയറി, അത് ബാക്കി ഭാഗത്തെ ബാധിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യും? കാല് മുറിച്ച് കളയും. അത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ ഒരാൾ അയാളുടെ കൈവിരൽ അല്ലെങ്കിൽ കയ്യങ്ങ അല്ലെങ്കിൽ കാലോ മുറിച്ച് കളയാൻ അനുവാദം കൊടുക്കുകയാണ്, സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒപ്പിട്ട് കൊടുത്ത് അയാളുടെ കാലങ്ങ് മുറിച്ച് കളഞ്ഞെന്ന് വെച്ചോ, അല്ലെങ്കിൽ കൈ മുറിച്ച് കളഞ്ഞെന്ന് വെച്ചോ, ആരെങ്കിലും അയാളെ കുറ്റപ്പെടുത്തുമോ? സ്വന്തം ശരീരത്തോട് ക്രൂരത കാണിച്ചൊരു മനുഷ്യനല്ലേ നീ, നിന്റെ കൈ നീ മുറിച്ച് കളയാൻ സമ്മതിച്ചില്ലേ എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ കാല് മുറിച്ച് കളയാൻ സമ്മതിച്ചില്ലേ എന്നും പറഞ്ഞ് ആരെങ്കിലും അയാളെ കുറ്റപ്പെടുത്തുമോ? ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അല്ലെങ്കിൽ ഡോക്ടറുടെ കാര്യം എടുക്കുക, ഇത് ചെയ്ത ഈ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറുടെ കാര്യം എടുക്കുക. ഒരാളുടെ കയ്യോ കാലോ മുറിച്ച് കളഞ്ഞ ഡോക്ടറെ ആരെങ്കിലും ചെന്ന് കുറ്റപ്പെടുത്തുമോ? നീ അവൻ്റെ കൈ മുറിച്ച് കളഞ്ഞില്ലേ, നീ അവൻ്റെ കാല് മുറിച്ച് മാറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരാളും ചോദിക്കാൻ നിൽക്കില്ല. പകരം എന്ത് ചെയ്യും? ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു സൽക്കർമ്മം ചെയ്ത ആളാണ് താങ്കൾ എന്നുള്ള നിലയിൽ ഈ ഡോക്ടറെ എല്ലാവരും അഭിനന്ദിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ വിധത്തിലാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനുഷ്യവംശത്തിനെ മൊത്തം ഒരു ശരീരമായിട്ടെടുക്കുക. മനുഷ്യവംശം എന്ന് പറയുന്നത് മൊത്തം ഒരു ശരീരമായിട്ടെടുത്താൽ അതിനെ ബാധിച്ച പഴുപ്പായിരുന്നു മോശയുടെയും യോശുവയുടെയും കാലത്തെ കനാന്യർ എന്ന് പറയുന്ന ജനത. ഇതിനെ ബാധിച്ച പഴുപ്പായിരുന്നു. മറ്റ് ജനവിഭാഗങ്ങളെ രക്ഷിക്കാൻ കനാന്യരെ ഛേദിച്ച് കളയുകയെ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു മാർഗമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോലും കനാന്യർക്ക് മാനസാന്തരപ്പെടാനും രക്ഷപ്പെടാനുമുള്ള വഴിയും ദൈവം അവരുടെ മുമ്പാകെ തുറന്നിട്ടിരുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് അടുത്ത വീഡിയോയിൽ ആ കാര്യം പരിശോധിക്കാം. ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കനാന്യരെ ഉന്മൂലനം ചെയ്യാൻ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിനോട് കൽപ്പിച്ചതിൽ യാതൊരു അനീതിയുമില്ലെന്നും അവരുടെ പാപത്തിൻ്റെ മേലുള്ള ശിക്ഷാവിധിയായിരുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പാപത്തിൻ്റെ മേലുള്ള ശിക്ഷാവിധിയിൽ, ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ ദൈവം യാതൊരു മുഖപക്ഷവും കാണിക്കുന്നില്ല. ബൈബിളിലെ ദൈവം യാതൊരു മുഖപക്ഷവും കാണിക്കുന്നില്ല എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പാപം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയ 4 സന്ദർഭങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നോഹയുടെ കാലത്താണ് ഒന്നാമത്തേത്. ദൈവം ജലപ്രളയത്താൽ ആ തലമുറയെ ന്യായം വിധിച്ചു. സോദോം, ഗൊമോറ, ആത്മ, സെബായിം, സോവർ, അതായത് ഇന്നത്തെ ചാവുകടൽ പ്രദേശങ്ങൾ, അവിടെയുള്ള ജനങ്ങളുടെ പാപമായിരുന്നു പിന്നത്തേത്. അന്ന് അഗ്നിയും ഗന്ധകവും ഉപയോഗിച്ച് യഹോവ അവിടെ ന്യായവിധി നടത്തി. കനാനും അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലെ പാപമായിരുന്നു മൂന്നാമത്തേത്. അവരുടെ മേൽ ന്യായവിധി നടത്താൻ യഹോവ ഉപയോഗിച്ചത് വെള്ളമായിരുന്നില്ല, അഗ്നിയായിരുന്നില്ല, ഗന്ധകമായിരുന്നില്ല, പിന്നെന്താണ്? ഇസ്രായേൽ ജനത്തെയാണ്. ദൈവത്തിന് വേണമെങ്കിൽ പ്രകൃതിക്ഷോഭത്തിലൂടെ അവിടെയുള്ള ജനതകളെ ഇല്ലാതാക്കാമായിരുന്നു. ഒരു കൊടുങ്കാറ്റടിപ്പിച്ചിട്ടോ, മഹാമാരിയാലോ, അതല്ലെങ്കിൽ ചുഴലിക്കാറ്റോ, അതല്ലെങ്കിൽ ഭൂകമ്പമോ, അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതിക്ഷോഭത്താൽ അവിടെയുള്ള ജനതയെ മുഴുവൻ കൊന്നുകളയുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവിടെ അവർ കൊല്ലപ്പെട്ട് മാസങ്ങളൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ 1 കൊല്ലം 1-2 കൊല്ലമൊക്കെ കഴിഞ്ഞ് ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുന്നതിനും 1-2 കൊല്ലം മുമ്പേ തന്നെ ഇവിടെയുള്ള ജനതകളെ മുഴുവൻ ഇതുപോലെ പ്രകൃതിക്ഷോഭത്താൽ കൊന്നുകളയാമായിരുന്നു. അങ്ങനെ കൊന്നു കളഞ്ഞിട്ട് കൊണ്ടുവന്ന് ഇവിടെ കുടിപാർപ്പിച്ചിരുന്നെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ദൈവത്തെ ആരും കുറ്റം പറയാനും പോകില്ല. പക്ഷെ ദൈവം അത് ചെയ്തില്ല. അത് ചെയ്യാതെ ഇസ്രായേൽ ജനത്തെ കൊണ്ട് അവരെ ന്യായം വിധിപ്പിച്ചു. അതിന് കാരണമുണ്ട്. ഇസ്രായേൽ അത് കണ്ട് ഭയപ്പെടണം എന്നുള്ളതായിരുന്നു അതിൻ്റെ കാരണം. ആ പ്രദേശത്ത് ഇസ്രായേൽ ജനം താമസിക്കുമ്പോൾ തലമുറകൾ എത്ര കഴിഞ്ഞാലും അവർ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുമ്പേ ഇവിടെ കനാന്യർ എന്ന് പറയുന്ന ഒരു ജനത അധിവസിച്ചിരുന്നു. കനാന്യരായിരിക്കുന്ന 7 ജനതകൾ, 7 ജാതികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ മ്ലേച്ഛ പ്രവൃത്തികൾ കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഞങ്ങളുടെ പൂർവികരെ ഉപയോഗിച്ച് ന്യായവിധി നടത്തി. ആ ജനതയുടെ മേൽ ന്യായവിധി നടത്തി. അവരെ ഉന്മൂലനം ചെയ്ത് കളഞ്ഞു. കുറേ പേരെ കൊന്നു, കുറേ പേരെ ഈ നാട്ടിൽ നിന്ന് ഓടിപ്പിച്ചൊക്കെ കളഞ്ഞു. ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ
അവർ ചെയ്ത പോലത്തെ മ്ലേച്ഛത ഞങ്ങൾ ചെയ്യരുത്. ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യഹോവ ഞങ്ങളെയും ആ വിധം ശിക്ഷിക്കും, ഞങ്ങളുടെ മേലും ന്യായവിധി വരും എന്ന് ഇസ്രായേൽ ജനം അറിയണമായിരുന്നു. അവരെപ്പോഴും ഓർക്കണമായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? മുമ്പ് ജലത്തെ ഉപയോഗിച്ചുകൊണ്ട് ന്യായവിധി നടത്തിയതുപോലെ, അല്ലെങ്കിൽ തീയും ഗന്ധകവും ഉപയോഗിച്ച് ന്യായവിധി നടത്തിയതുപോലെ, പ്രകൃതിയിലെ എന്തെങ്കിലും വസ്തുക്കൾ എടുത്തുകൊണ്ട് ഇവരെ കൊന്നുകളയാതെ ഇസ്രായേൽ ജനത്തിനെ ഒരു ഉപകരണമായിട്ട്, അതായത് ഒന്നാമത്തെ ന്യായവിധിക്ക് ദൈവം ജലത്തിനെ ഉപകരണമായിട്ട് ഉപയോഗിച്ചു, രണ്ടാമത്തതിൽ തീയും ഗന്ധകവും ഉപയോഗിച്ചു, മൂന്നാമത്തതിൽ ഇസ്രായേൽ ജനത്തെ ഉപയോഗിച്ചു. ഇസ്രായേൽ ജനത്തെ ഉപയോഗിച്ചതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ദൈവം അതാ വിധത്തിൽ ചെയ്തു. പിന്നെ നാലാമതായി പാപം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്ന ഒരു സന്ദർഭം നമ്മൾ കാണുന്നത് ഇസ്രായേലിൻ്റെ പാപമാണ്. ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും രണ്ടുപേരുണ്ട്. യഹൂദയുടെ പാപത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ ഇരുമ്പെഴുത്താണികളാൽ എഴുതി വച്ചിരിക്കുന്നതാണ്, അത് മാച്ച് കളയുന്നതേ ഇല്ലാന്ന് ഉറച്ച വിധത്തിൽ അവിടെ ഇരിക്കുകയാണ്. അതുപോലത്തെ ഇതായിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഈ രണ്ട് ജനത, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ജനത ഒന്നാണെങ്കിൽ ഒറ്റ രാഷ്ട്രമായിരുന്നെങ്കിലും പിന്നീട് അത് വിഭജിക്കുകയാണ്, രണ്ട് രാജ്യങ്ങളാവുന്നു, തെക്കേ രാജ്യവും വടക്കേ രാജ്യം. തെക്കേ രാജ്യം എന്ന് പറയുന്നത് യഹൂദയും ബെന്യാമീനും അടങ്ങുന്ന 2 ഗോത്രങ്ങളാണ്. വടക്കേ രാജ്യത്തിൽ 10 ഗോത്രങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഈ ഇസ്രായേലിൻ്റെ പാപം മറ്റവരെക്കാളും പെരുകിയത് കൊണ്ട് എന്ത് ചെയ്തു ദൈവം? അപ്പോൾ ദൈവം മുഖപക്ഷമൊന്നും കാണിച്ചില്ല. അതിനു മുമ്പ് കനാന്യർ അവിടെ ഉണ്ടായ സമയത്ത് എന്താണോ ദൈവം ചെയ്തത് അതേ വിധത്തിൽ തന്നെ ഇവരെയും ശിക്ഷിക്കുകയാണ്. ദൈവം അശൂര്യരെ വരുത്തി. അശൂര്യർ വന്നിട്ട് ഈ 10 ഗോത്രങ്ങളെയും പിടിച്ചുകൊണ്ടുപോയി, അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രത്തിലുള്ളവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി. ഇസ്രായേൽ രാഷ്ട്രം ഭൂമുഖത്ത് നിന്ന് അങ്ങ് ഉന്മൂലനം ചെയ്യപ്പെട്ടു. ആ രാജ്യം പിന്നീട് അശൂര്യരുടെയും മറ്റുള്ളവരുടെയൊക്കെ കയ്യിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നീട് ഏകദേശം 1.5 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ യഹൂദ അവരിത് കണ്ട് പഠിക്കേണ്ടതായിരുന്നു. ഇസ്രായേലിനെ ദൈവം ഇങ്ങനെ ന്യായം വിധിച്ചത് കണ്ട് പഠിക്കണമായിരുന്നു. പക്ഷെ പഠിച്ചില്ല. യഹൂദരും എന്ത് ചെയ്തു? യഹൂദ ജനവും ഇതേപോലെ തന്നെ അതേ പാപങ്ങളിൽ തുടർന്നു. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ബാബിലോണിയരെ വരുത്തി, നെബൂഖദ്നേസറിനെയും ടീമിനെയും. അവർ വന്നിട്ട് എന്ത് ചെയ്ത്? ഇവരെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയിട്ട് 70 വർഷം ഇവർ ബാബിലോണിൽ അടിമകളായി ജീവിക്കേണ്ടി വന്നു. 70 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ യഹൂദരും ബെന്യാമീനുമായിരിക്കുന്ന ആ ജനത പിന്നെ തിരിച്ചു വന്ന് ഇവിടെ അവർ വീണ്ടും കുടിപാർക്കുകയാണ്. അതിൻ്റെ കാരണം, തിരിച്ചു വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിലനിൽക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം യേശുക്രിസ്തു എന്ന രക്ഷകൻ വരേണ്ടത് ഈ ജനതയിൽ നിന്നാണ്. യഹൂദന്മാരായിരിക്കുന്ന ആ ജനതയിൽ നിന്ന് വരേണ്ടവരാണ് യേശുക്രിസ്തു മുഖാന്തരം ഭൂമിയിലെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ദൈവം ഒരുക്കിയിരിക്കുന്നു. യേശുക്രിസ്തു വന്നേ പറ്റൂ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഈ യഹൂദന്മാരെ സമ്പൂർണ്ണമായിട്ടങ്ങ് ഇല്ലാതാക്കി കളഞ്ഞില്ല. പകരം എന്ത് ചെയ്തു? അവരെ തിരിച്ചു കൊണ്ടുവന്ന് കുടിപാർപ്പിച്ചു. പക്ഷെ എന്നാലും 70 വർഷം അവർ അടിമകളായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അവരുടെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, അവരുടെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു, കുറേ കഷ്ടപ്പാടുകൾ അവർ അനുഭവിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യഹോവയായ ദൈവം മുഖപക്ഷമില്ലാതെ പാപത്തിന് ശിക്ഷ വിധിക്കുന്ന ദൈവമാണ്. മുസ്ലിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അവരുടെ പാപങ്ങൾ മറച്ചു വെക്കാൻ നടക്കുന്ന അല്ലാഹുവിനെ പോലെയല്ല യഹോവയായ ദൈവം. പാപം ചെയ്തത് ആരായാലും അതിനെ പാപമെന്ന് തന്നെ വിളിക്കുകയും ആ പാപത്തിന് ന്യായം വിധിക്കുകയും ചെയ്യുന്നവനാണ് ബൈബിളിലെ സത്യദൈവം. കനാന്യര് പാപം ചെയ്താലും, ഇസ്രായേലിന് പാപം ചെയ്താലും, യഹൂദിന് പാപം ചെയ്താലും ബൈബിളിലെ ദൈവം ആ പാപത്തിനെ ശിക്ഷിക്കാതെ വിടുകയില്ല. അള്ളാഹുവിലും മുഹമ്മദിലും ഖുർആനിലും വിശ്വസിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാകാത്ത ആൾക്കാരെ കൊല്ലാൻ ഖുർആനിലും ഹദീസുകളിലും പറഞ്ഞിരിക്കുന്നത് പോലെ യഹോവയിലും മോശയിലും തോറയിലും വിശ്വസിക്കാത്തവരെ കൊല്ലാൻ ബൈബിളിലെ ദൈവം ആരോടും കൽപ്പിച്ചിട്ടില്ല. മനസ്സിലായ? അതായത് ബൈബിളിലെ ഈ പഴയ നിയമത്തിലെ യുദ്ധങ്ങളും മുസ്ലിങ്ങൾ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജിഹാദുകളും തമ്മിൽ ആനയും ആടും പോലെ, ആനയും ആടും എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരിയെങ്കിലൊക്കെ ഒരു ഇത് വരുന്നുണ്ട്. അതൊന്നുമല്ല, ആനയും വല്ല പൂടയും പോലെ, അതുപോലെ വളരെ വ്യത്യാസമുള്ള സംഗതിയാണ്. ഒരു ബന്ധവുമില്ല ഇത് രണ്ടും തമ്മിൽ, ഒരു ബന്ധവുമില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പഴയ നിയമത്തിലെ യുദ്ധങ്ങൾക്കെല്ലാം സുബോധമുള്ള ഏതൊരാളും അംഗീകരിക്കുന്ന വിധത്തിലുള്ള കാരണങ്ങൾ, വ്യക്തമായ കാരണങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം കൃത്യമായിട്ട് അതിൻ്റെ കാരണങ്ങൾ അക്കമിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന കാരണങ്ങളാൽ ആ ജനതയെ ഞാൻ ന്യായം വിധിക്കുന്നു, അല്ലെങ്കിൽ ആ ജനതയെ ദേശം പുറന്തള്ളുന്നു, അവരെ ഛർദ്ദിച്ച് കളയുന്നു, ഇനി അവരവിടെ ജീവിക്കാൻ അർഹരല്ല എന്ന് പറയുന്നത്. അതുപോലെയല്ല ഈ ഇസ്ലാമിലെ കേസ് നമ്മൾ ഓർക്കണം. പാപം ചെയ്യാത്ത ജനതയെ ശിക്ഷിക്കാൻ യഹോവയായ ദൈവം ഒരിടത്തും കൽപ്പിച്ചിട്ടില്ല. ഇസ്രായേൽ ജനത്തോട് ഒരിടത്തും കൽപ്പിക്കുന്നില്ല, അങ്ങനെ ഒരു കൽപ്പന കൊടുത്തിട്ടേ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് അവരുടെ പാപങ്ങളുടെ പട്ടിക പറയുന്നു, അതിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ കേസോ? അള്ളാഹുവിൻ്റെ കാര്യം അങ്ങനെയല്ല. നമ്മളൊക്കെ എത്ര ഡീസൻ്റായിട്ട് ജീവിച്ചാലും, അതായത് ഇപ്പോൾ നമ്മൾ ഈ വായിച്ചു കേട്ടതുപോലെയുള്ള ഇത്തരം മ്ലേച്ഛകൃത്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ ഡീസൻ്റായിട്ട് ജീവിച്ചാലും ഈ
അള്ളാഹുവിൽ വിശ്വസിച്ചില്ല, മുഹമ്മദിൽ വിശ്വസിച്ചില്ല, ഖുറാനിൽ വിശ്വസിച്ചില്ല എന്നുള്ള കാരണം, ആ ഒരൊറ്റ കാരണത്താൽ അള്ളാഹുവിൻ്റെ മുമ്പാകെ നമ്മൾ വെറുക്കപ്പെട്ടവരാണ്, അറക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മളെ കൊന്നുകളയാം. അതാണ് അവിടെ പറയുന്നത്. അവരെ കാണുന്നിടത്ത് വെച്ച് അവരെ കൊന്നുകളയുക. ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ പതിയിരുന്ന് പിടിക്കുക, അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിപ്പ് ഏർപ്പെടുത്തുക, അവരൊക്കെപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നിടത്ത് വെച്ച് കൊന്നുകളയുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെ ഇതേപോലെ തന്നെ വധിക്കാനൊക്കെ പറയുന്നത്, അത് അള്ളാഹുവിൽ വിശ്വസിച്ചില്ല എന്നുള്ള കാരണം കൊണ്ടാണ്, ഇസ്ലാം മതം സ്വീകരിച്ചില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. അതുപോലത്തെ ഒരു കാരണം ഒരിടത്ത് പോലും യഹോവ പറയുന്നില്ല. യഹോവയിൽ വിശ്വസിക്കാത്ത കാരണത്താൽ പുറമെയുള്ള ആരെങ്കിലും പോയി കൊല്ലാൻ യഹോവ ഇസ്രായേൽ ജനത്തോട് പറയുന്നില്ല. അപ്പം ഇത് രണ്ടും ഒരുപോലെയല്ല. ഇവിടെ പലപ്പോഴും അള്ളാഹുവിൻ്റെയും മുഹമ്മദിൻ്റെയും ഒക്കെ ഈ ക്രൂരതയെ ന്യായീകരിക്കാൻ വേണ്ടി പലരും കൊണ്ടുവരുന്നത് ബൈബിളിലെ പഴയ നിയമത്തിലെ യുദ്ധങ്ങളാണ്. പക്ഷെ പഴയ നിയമത്തിലെ യുദ്ധങ്ങൾക്ക് കൃത്യമായ കാരണങ്ങളുണ്ട്. അത് ദൈവത്തിൽ വിശ്വസിച്ചില്ല എന്നുള്ള ഒരു കാരണം അതിനകത്ത് വരുന്നതേ ഇല്ല, അങ്ങനെ ഒരു വിഷയമേ ഇല്ല. മറിച്ച് അതത് ജനതകളുടെ പാപങ്ങളാണ്. അത് ഏത് ജനമാട്ടെ, കനാന്യരുടെ മാത്രമല്ല. ഇനി അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് അമോര്യരുമായിട്ടുള്ളത്, അമാലേക്കുമായിട്ടുള്ളത്, മിദ്യാന്യരുമായിട്ടുള്ളത്, പിന്നെ ഇസ്രായേലിൻ്റെ ചുറ്റുപാടുമുള്ള മറ്റ് ജനതകളുമായിട്ടുള്ളതൊക്കെ. അതിനെല്ലാം കൃത്യമായ കാരണം ബൈബിൾ പറയുന്നുണ്ട്, വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഈ കനാൻ നാട്ടിലുണ്ടായിരുന്ന ആളുകളെ കുറിച്ചൊക്കെയുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസുകളൊക്കെ ധാരാളം കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന മ്ലേച്ഛതകളിൽ അവർ അഭിരമിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിരുന്നത് കൊണ്ടാണ് ദൈവം അവരെ ശിക്ഷിക്കുന്നത്. പാപത്തിന് ശിക്ഷ വിധിക്കുന്നതും ദൈവത്തിൽ വിശ്വസിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞ ഒരാളെ കൊല്ലുന്നത് രണ്ടാണ്. മനസ്സിലായോ? ബൈബിളിലെ ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, ഫ്രീ വില്ലെന്ന് പറയും. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. വിശ്വസിച്ചാൽ അതിൻ്റെ അനന്തരഫലം അവൻ അനുഭവിക്കാം, ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കാം. വിശ്വസിച്ചില്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം അവൻ അനുഭവിക്കും, നരകത്തിലേക്ക് പോകും. അത്രയേ ഉള്ളൂ. അതൊക്കെ മരണശേഷമുള്ള കാര്യമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ദൈവത്തിൽ വിശ്വസിച്ചില്ല എന്നുള്ള കാരണത്താൽ ദൈവം ഒരാളെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ദൈവം അതിനുള്ള ഫ്രീ വില്ല് മനുഷ്യർ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ കേസ് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടും തമ്മിൽ കൂട്ടിച്ചേർത്ത് വെച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുത്ത് രക്ഷപ്പെടാമെന്ന് ദാവാക്കാർ വ്യാമോഹിക്കേണ്ട കേട്ടോ. ദാവാക്കാർ ആരും അങ്ങനെ ഒരു വ്യാമോഹവുമായിട്ട് നടക്കണ്ട. പല ദാവാക്കാരുടെയും പ്രവൃത്തി ഇതാണ്. ഇന്നും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ജിഹാദ് നടത്തിയിട്ട് ഇന്നും കൊന്നുകൊണ്ടിരിക്കുന്നു. പലയിടത്തും നമ്മൾ കണ്ടല്ലോ, നോർവേയിൽ അമ്പെയ്ത് കൊന്ന ആരും, അങ്ങനെ പലയിടങ്ങളിൽ എത്രയൊക്കെ ഇടങ്ങളിലാണ് ഇന്നും ജിഹാദ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ പറയേ വേണ്ട, നൈജീരിയ പോലെയുള്ള പല രാജ്യങ്ങളിലും കൊന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ സംഗതിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പഴയ നിയമത്തിലേക്ക് വരുന്നത്. പക്ഷെ പഴയ നിയമത്തിലെ സംഗതി തികച്ചും വിഭിന്നമാണ്. അത് പാപത്തിനുള്ള ശിക്ഷയാണ് അവരുടെ മേൽ കൊടുത്തിരിക്കുന്നത്, അല്ലാതെ ഇവർ കാണിക്കുന്നത് പോലെയുള്ള തോന്നിയാസമല്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂട്ടിച്ചേർത്ത് നിങ്ങൾ വെള്ളപൂശി എങ്ങനെയെങ്കിലും അള്ളാഹുവിനെയും മുഹമ്മദിനെയും രക്ഷിച്ചെടുക്കാമെന്ന് ഒരുത്തിനും വ്യാമോഹിക്കേണ്ട. ഞങ്ങളത് അനുവദിച്ച് തരുന്ന പ്രശ്നമില്ല. ഞങ്ങളെന്നല്ല, ബൈബിളും അത് സമ്മതിക്കുന്നില്ല. ബൈബിൾ വളരെ വ്യക്തമായിട്ട് കാരണം പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കിനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിപ്പോൾ കനാന്യരുടെ കേസ് മാത്രമല്ല ആയിട്ടുള്ളൂ. ഇനി വേറെയും ജനതയുണ്ടല്ലോ. സംഖ്യാപുസ്തകത്തിൽ 31-ാം അധ്യായം ഇവരെപ്പോഴും എടുത്തുകൊണ്ട് വരാറുള്ളൊരു സാധനമാണ് മിദ്യാന്യരെ കൊന്നു കളഞ്ഞിരിക്കുന്നത്. അതുപോലെ അമാലേക്യരെ കൊല്ലാൻ കൽപ്പിച്ചിരിക്കുന്ന ശൗലിനോട് പറയുന്നത് അമാലേക്യരെ കൊല്ലാൻ. പിന്നെ ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചുറ്റുപാടുള്ള ജനതയോട് യുദ്ധം ചെയ്യാൻ പോകുന്ന സന്ദർഭത്തിൽ പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ളത് ഇതെല്ലാം ഇവർ എടുത്തുകൊണ്ട് വരാറുണ്ട്. ഈ ജിഹാദിനെ ഒളിപ്പിക്കാൻ വേണ്ടി, മുഹമ്മദിനെ ഒളിപ്പിക്കാൻ, സ്വഹാബിമാരെ ഒളിപ്പിക്കാൻ. ഇന്നും നിഷ്കരുണം മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്ന ജിഹാദികളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഇവരൊക്കെ എടുക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഉള്ള ആ കാര്യങ്ങളാണ്. അത് അപ്പോഴത്തെ ഒരു പ്രത്യേക ഇൻസിഡൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇവർ ഈ പറയുന്നത് പോലെയുള്ള കൽപ്പനയായിരുന്നെങ്കിൽ ഈ യഹൂദന്മാർ ലോകം പണ്ടേ അവരുടെ കാൽ കീഴിലാക്കിയാനെ. മുസ്ലിങ്ങളെ പോലെ അല്ലല്ലോ, തലയ്ക്കകത്ത് വല്ലതുള്ള ടീംസാണ് അവർ. അവർക്കതിനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇവർക്ക് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് പോലെയുള്ളൊരു കൽപ്പന ബൈബിളിലുണ്ടായിരുന്നെങ്കിൽ ലോകം മുഴുവൻ യഹൂദന്മാർ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. അതൊക്കെ ദാവീദിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നടന്നേനെ. ലോകം മുഴുവൻ അവരുടെ കീഴിലേക്ക് എത്തുമായിരുന്നു. പക്ഷെ ദാവീദിൻ്റെ കാലത്തും അവൻ്റെ മകൻ ശലോമോൻ്റെ കാലത്തും ഒക്കെ ഇസ്രായേൽ രാഷ്ട്രം ഏറ്റവും ടോപ്പിലേക്ക്, അതിൻ്റെ ആ പുഷ്കലകാലം എന്ന് പറയുന്ന ഇത് അപ്പോഴാണ്, അവരുടെ രണ്ടുപേരുടെയും ഭരണകാലമാണ്. ആ സമയത്ത് പോലും ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്ന അതിരുകളുണ്ട്. ആ അതിരുകളിന് പുറത്തേക്ക് പോയിട്ടില്ല. ആ അതിരുകൾ പോലും അവർ പൂർത്തിയാക്കിയില്ല. ദൈവം കൽപ്പിച്ച അതിരുകൾ എന്ന് പറയുന്നത് ഇത്തിരി വിശാലമായിട്ടാണ്, അത്രയും പോലും പോയില്ല. അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നേ ഉള്ളൂ. അവരതിൻ്റെ പുറത്തേക്ക് പോയതേ ഇല്ല. കാരണം അവർക്ക് അറിയാമായിരുന്നു ദൈവം എന്താണ് തങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്.
ഓടി നടന്ന് എല്ലാവരോടും യുദ്ധം ചെയ്ത് അവരുടെ രാജ്യമൊക്കെ പിടിച്ചെടുത്ത് അവിടെ ഈ യഹോവയുടെ നിയമം അടിച്ചേൽപ്പിക്കുക, ഇതൊന്നും ആയിരുന്നില്ല. അത് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? അതിനകത്ത് തന്നെ ഒതുങ്ങി നിന്നത് ഏത് കാലത്തും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വെളുപ്പിക്കലൊക്കെ ആയിട്ട് വരണ്ട. ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ, ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കപ്പെടും. ക്രൈസ്തവരുടെ മാത്രമല്ല, ഹിന്ദുക്കളും അതുപോലെ നിരീശ്വരവാദികളും സ്വന്തം മനസാക്ഷിയോട് സത്യസന്ധത പുലർത്തുന്ന ഹിന്ദുക്കളും നിരീശ്വരവാദികളും പിന്നെ മുസ്ലിങ്ങളും സത്യാന്വേഷികളായ മുസ്ലിങ്ങൾ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു ബോധ്യം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മാത്രം എന്നുമെന്നും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.